ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ നമ്മള് ഇനി തുടങ്ങുന്ന ചാപ്റ്റർ 3 ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ആകെ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്? അതായത് നമ്മുടെ ഇയർ എൻഡിൽ നോക്കുമ്പോൾ എന്തുണ്ടാവും? ക്യാഷ് ബുക്കും ബാങ്ക് ബുക്കും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവും. ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ എന്ത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കീപ്പ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിനെയാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ബാങ്കിലെ പാസ്ബുക്ക് എന്ന് പറയുമ്പോൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ബാങ്കിന്റെ കയ്യിൽ നമ്മുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും സെയിം ആവണ്ടേ? ഈ എമൗണ്ട് പലപ്പോഴും എന്താവില്ല, സെയിം ആവില്ല. റിയൽ ലൈഫിലാണ് തന്നെയാണ് എന്താവില്ല, സെയിം ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? സോറി ഇയർ എൻഡില് സെയിം ആക്കും. നമ്മൾ റിയൽ ലൈഫിൽ ശരിക്കും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആക്ച്വൽ വന്നിട്ടുള്ള എമൗണ്ടും വരേണ്ടിയിരുന്ന എമൗണ്ടും ഉണ്ടല്ലോ, പാസ്ബുക്കിലുള്ള എമൗണ്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പൊ BRSന്റെ ഇടയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ എഴുതില്ലേ, അതിനാണ് റെലവൻസ്. അത് എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് ചേഞ്ച് ഉണ്ടായി എന്നുള്ള ഒരു ഓഡിറ്റ് ചെക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണം. നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താ, ഒരു സൈഡിലെ എമൗണ്ട് തരും, അപ്പുറം സൈഡിലേക്ക് പോയിട്ട് കണ്ടുപിടിക്കാൻ പറയാം. അങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരില്ല. രണ്ട് എമൗണ്ട് നമുക്ക് ശരിക്കും ആക്ച്വലി റിയൽ ലൈഫിൽ തരും. ആ തരുന്ന എമൗണ്ടുകൾ തമ്മിലുള്ള ഡിഫറൻസ് വാലിഡ് റീസൺസ് ആണോ, അതിലുള്ള ഫ്രോഡിന് സാധ്യതകൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം. ഇത് നിങ്ങളുടെ ബുദ്ധി പരീക്ഷിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ബാങ്കില് റീകൺസിൽ ഇത് പരിപാടികൾ ഇവരെന്ത് ചെയ്യും? അവസാനിപ്പിക്കും. ക്ലിയർ ആണല്ലോ? ഇതിൽ ഈ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ മെയിൻ ആയിട്ട് ഇവര് എന്തിനു ഉദ്ദേശിക്കണേ? ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിച്ചത്. ഇതില് മെയിൻ ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ, അല്ലാണ്ട് ഈ പറയുന്ന തിയറി പുറത്തൊന്നും വരാറില്ല. ഞാൻ ചുമ്മാ അതുകൊണ്ട് തന്നെ വായിച്ചു പോവാം. ഇറ്റ് വിൽ ബ്രിങ് ഔട്ട് എറേഴ്സ്. ഓക്കെ. Any undue delay in clearance of check will be shown up. Irregular reconciliation discourages accountant of the bank from embezzlement. അത് കാശ് അടിച്ചു മാറ്റാൻ ആൾക്കാർ എന്തോ ഒന്ന് പേടിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ എന്റെ കുറച്ച് കാശ്, ഞാനാണ് അക്കൗണ്ടന്റ് എന്ന് വിചാരിക്കും. അപ്പോ ഞാൻ എന്റെ ഇതിലേക്കാണ് കുറച്ച് കാശ് ഞാൻ അടിച്ചു മാറ്റി, എന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് ബാങ്കിൽ ഇടാൻ എന്നാണ് വിചാരിച്ചേക്കുന്നത്. 4 ദിവസം റോൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതുമ്മേ കുറച്ച് കാശ് ലാഭം ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ബാങ്കിൽ കൊണ്ടിടാണ്. അപ്പൊ അതിനെന്താ നമ്മൾ പറയാ? നമ്മൾ എന്നിട്ട് ഒരു എൻട്രി ഇട്ടേക്കാണ്, ചെക്ക് നമ്മള് ബാങ്കിലേക്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് ക്ലിയർ ആവാണ്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചേക്കാണെന്ന് വിചാരിക്കും. അപ്പൊ ആ എൻട്രി ഇങ്ങനെ സെപ്പറേറ്റ് നമ്മൾ എഴുതിയെങ്കിലോ നമുക്ക് ബാങ്കിൽ വിളിച്ച് ഇങ്ങനെ ചെക്ക് വന്നിട്ടുണ്ടോ ചോദിച്ചാൽ പിടിക്കാൻ പറ്റില്ലേ? ആൾക്കാർക്ക് പേടിയോ? BRS ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നുണ പറയാനൊക്കെ എന്താവില്ല, എളുപ്പം ആവില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? ഇനി ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെ ഉണ്ടാവാം? ടൈമിങ് കാരണമുള്ള ഡിഫറൻസ് ഉണ്ടാവാം അല്ലെ? എന്തെങ്കിലും ഒരു ടൈമിങ്ങിന്റെ ഒരു ഡിഫറൻസ് വേണമെങ്കിൽ വരാം. അല്ലെങ്കിൽ എന്താ പറയാ, ഡിഫറൻസസ് അറൈസിംഗ് ഡ്യൂ ടു എറേഴ്സ് ഇൻ റെക്കോർഡിംഗ് ഓഫ് ദി എൻട്രീസ്. രണ്ടുപേര് ചില എൻട്രികൾ ചിലവരാണ് ഇട്ടുണ്ടാവുള്ളൂ, ചിലവര് ഇടില്ല. ഫോർ എക്സാമ്പിൾ, ബാങ്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു. ഇൻട്രസ്റ്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി കാശ് കയറും. നമ്മൾ പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും ഇല്ല. നമ്മുടെ മൊബൈലിൽ മെസ്സേജ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ, നമ്മളിവിടെ കൂട്ടിണ്ടാവില്ല. ഇത് ടൈമിംഗ് ഡിഫറൻസ് അല്ല, എൻട്രി ഇടുന്ന ഡിഫറൻസ് ആണ്. ഇത് നമ്മളൊരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, വല്ല യൂട്യൂബ് പ്രീമിയ നെറ്റ്ഫ്ലിക്സ് അങ്ങനെ നമ്മുടെ ഓട്ടോമാറ്റിക്കലി പേയ്മെന്റ് ഡിഡക്ട് ആവാനുള്ളത്. ഡിഡക്ട് ആയി കഴിഞ്ഞാലേ നമ്മൾ അറിയുള്ളൂ, ഇത് മുന്നേ അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഡിഡക്ട് ആവുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ പോകും. പക്ഷെ നമ്മളത് അറിയണമെങ്കിൽ നമ്മൾ മെസ്സേജ് നോക്കണം, എന്നാലും അറിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഒത്തു നോക്കണം. നമ്മൾ അറിയണേലുള്ള എന്ത് വരാം? ഡിഫറൻസ് വരാം. ഇനി നമ്മളൊരു ചെക്ക് ഇഷ്യൂ ചെയ്തു, ക്ലിയർ ആയാലേ അവിടുന്ന് മാറ്റം വരില്ലോ. അത് ക്ലിയർ ആവുന്ന വരെ മാറ്റം വരില്ലല്ലോ. നമ്മളിപ്പോ ഇഷ്യൂ ചെയ്തപ്പോഴും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാശ് കുറച്ച പോലെ നമ്മൾ എഴുതി കാണിക്കും. ശരിക്കും ആക്ച്വലി എന്താ ഉണ്ടാവില്ല, പോയിണ്ടാവില്ല. ഇത് രണ്ടും നമ്മളുടെ ഡിഫറൻസുകൾ എന്താണെങ്കിലും എഴുതി കാണിക്കുക എന്നുള്ളതാണ് BRSന്റെ ഉദ്ദേശം. ഇനി എന്തൊക്കെയാണ് ബാങ്കിന്റെ സ്പെഷ്യലൈസ്ഡ് സർവീസുകൾ എന്നൊക്കെയാണ് പറയണത്. ബാങ്ക് ഡിസ്കൗണ്ട് ചെയ്യും, പിന്നെന്ത് ചെയ്യും? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി സമ്മതിക്കും. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക് അക്കൗണ്ടിൽ പോസിറ്റീവ് ബാലൻസിന് പകരം നെഗറ്റീവ് ബാലൻസ് ആണ്. അപ്പൊ നമ്മൾ കീപ്പ് ചെയ്യുന്ന അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസിന് പകരം എന്താവും? ക്രെഡിറ്റ് ബാലൻസ്. അതൊരു ലയബിലിറ്റി പോലെയോ അല്ലെ? നമുക്കൊരു പല ടൈപ്പ് ലോണുകൾ തരും. വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ തരും, ബാങ്ക് ലോൺ തരും, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് പറയണേ അല്ലെ? ബാങ്കിൽ നമ്മുടെ പേരിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും, ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് പറയണേ. പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റമറുടെ അക്കൗണ്ടിന്റെ ഒരു കോപ്പിയാണത് പാസ്ബുക്ക്. ഇതൊന്നും വലിയ റെലവെന്റ് ആണ്. തിയറി പാർട്ടിന് ഇത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഫോർമാറ്റ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി. ഡേറ്റ് ഉണ്ടാവും, പെർട്ടിക്കുലർ ചെക്ക് നമ്പർ ഉണ്ടാവും. ആ ചെക്ക് നമ്പറും നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുന്നു വേണ്ട. പിന്നെ വിഡ്രോവൽ, ഡെപ്പോസിറ്റ്, ബാലൻസ്, ഇതാണ് പാസ്ബുക്കിന്റെ ഒരു
എന്ത് വരാ, ഫോർമാറ്റ് വരാ. ക്ലിയർ അല്ലേ? വിഡ്രോവൽസിന് ഇവര് ഇവിടെ എന്താ ഡെബിറ്റ് എന്നും ഡെപ്പോസിറ്റിനെ ക്രെഡിറ്റ് എന്നിട്ടേക്കണേ. നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ കാശ് ഇടുമ്പോൾ നമ്മള് സാധാരണ ഡെബിറ്റ് അല്ലേ ചെയ്യാറ്. അത് നമ്മുടെ അക്കൗണ്ടിലാണ് ഡെബിറ്റ്. അവരെ സംബന്ധിച്ച് നമ്മൾ ആരാണ്, ഒരു ലയബിലിറ്റി ആവാണ്. അവരെ സംബന്ധിച്ച് അവര് ക്രെഡിറ്റ് അല്ലേ ചെയ്യേണ്ടത് നമ്മളെ. നമ്മളിവിടെ നമ്മുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താൽ നമ്മുടെ അസറ്റ് ആണത്. അവരെ സംബന്ധിച്ച് എന്താ, നമ്മൾ കാശ് കൊടുത്ത് വെച്ചേക്കാണ്, അവർ നമ്മുടെ ലയബിലിറ്റി ആണ്, അതുകൊണ്ട് അവർ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അവര് അവരുടെ അക്കൗണ്ടിൽ എന്താ ചെയ്യണമെന്നുള്ള നമുക്ക് മെസ്സേജ് വരണേ. അത് കാണുമ്പോഴാണ് നമ്മള് കോമൺ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴും എന്താ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ കാശ് കൂടാന്നാണ് അർത്ഥം എന്നാണ് വിജയിച്ചേക്കുന്നത്. കാരണം അതാ, അവരുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, നമ്മളെ എന്ത് ചെയ്യും എന്നുള്ളതാണ് പറയണത്. ക്ലിയർ ആണല്ലോ അല്ലെ? പാസ്ബുക്കിലുള്ള അക്കൗണ്ടിൽ നമ്മൾ എന്ത് പറയും, പാസ്ബുക്ക് ബാലൻസ് എന്ന് പറയും. നമ്മൾ റീകൺസിലിയേഷൻ പർപ്പസിന് വേണ്ടി അങ്ങനെ തുടങ്ങാം. ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. നമ്മൾ എവിടെ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക, നോക്കാം അല്ലെ? ഇനി BRC, ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ബാങ്ക് റീകൺസിലിയേഷൻ. ടു റീകൺസൈൽ മീൻസ് ടു ഐഡന്റിഫൈ or find out the difference between two different sources and eliminating that difference. ആ ഡിഫറൻസിനെ അവർ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നോക്കൂ, ഇല്ല. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് എങ്ങോട്ടാണ് എത്തേണ്ടത്, അവിടേക്ക് എത്താൻ വേണ്ട എന്താണെങ്കിലും നമ്മൾ ചെയ്യും. അല്ലാണ്ട് എന്ത് നോക്കില്ല, ഏതാണ് ആക്ച്വലി ശരിയായിട്ട് ചെയ്യേണ്ടിയിരുന്നത് നോക്കൂ, ഇല്ല. ക്ലിയർ ആണല്ലോ? ബാലൻസ് ഇൻ ബോത്ത് അക്കൗണ്ട്സ് ഷുഡ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇൻ നേച്ചർ. എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം. It is possible to eliminate the difference by matching all the facts and figures of the two statements. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് റെലവന്റ് അല്ല. അടുത്തത് കോസസ് ഓഫ് ഡിഫറൻസ് പറഞ്ഞു. ഒന്ന് ടൈമിങ്ങിന്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞു. പിന്നെന്താ, അക്കൗണ്ടിലുള്ള ട്രാൻസാക്ഷനിലുള്ള ഡിഫറൻസും പറഞ്ഞു. ഇനി എറേഴ്സ് ഉണ്ടായിക്കൂടെ, ഉണ്ടാവാം. തെറ്റിയിട്ട് ഇപ്പോ വേറെ റിയൽ ലൈഫിൽ ഒരിക്കലും ഉണ്ടാവാത്തൊരു കാര്യമാണ്. അതായത് അസ്നയുടെ അക്കൗണ്ടിൽ ഐഷയുടെ അക്കൗണ്ട് ചെയ്തു, ബാങ്ക് തെറ്റ് ചെയ്തത്. അങ്ങനെ വളരെ 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 റയറായിട്ട് മാത്രമാണ് എനിക്ക് ഉണ്ടാവുള്ളൂ. പേപ്പറിലൊക്കെ തന്നെ വരും, ഇങ്ങനെ ഒരാളുടെ അക്കൗണ്ടിൽ അനാവശ്യമായിട്ട് ഇങ്ങനെ കുറെ കാശ് കയറുന്ന പേപ്പറിൽ കാണാറില്ലേ, അങ്ങനെയൊക്കെ വരുള്ളൂ. അല്ലാണ്ട് ആക്ച്വലി റിയൽ ലൈഫിൽ വരും ഇല്ല. ക്ലിയർ അല്ലേ? ഇനി സം ഓഫ് ദ ഐറ്റംസ് ഫ്രീക്വന്റ്ലി കോസ് എ ഡിഫറൻസ്. എന്തൊക്കെയാണ് ഡിഫറൻസ് വരുത്താവുന്ന സാധ്യതയുള്ള കാര്യങ്ങൾ എന്നാണ് പറയണത്. ചെക്ക് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ബട്ട് നോട്ട് ക്ലിയർ. നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് when balance as per cash book greater than പാസ്ബുക്ക്. പാസ്ബുക്കിലുള്ളതിനേക്കാളും നമ്മളുടെ കയ്യിൽ ക്യാഷ് ബുക്കിലുള്ളത് കൂടുതൽ എപ്പോഴാണെന്നാണ് പറയണത്. ചെക്ക് ആൾക്കാർ അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ക്ലിയർ ചെയ്തിട്ടില്ലേ, നമ്മൾ അപ്പൊ തന്നെ നമ്മുടെ ഇവിടെ ആഡ് ചെയ്യും, ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്യും. പാസ്ബുക്കിൽ എന്തായിരിക്കും, കുറഞ്ഞു എടുത്തായിരിക്കും അല്ലെ. ഇനി ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്പെൻസസ് ചാർജ് ബൈ ബാങ്ക്. അപ്പൊ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ കാശ് കുറയും അല്ലെ. പാസ്ബുക്കിൽ കുറയും, നമ്മുടെ ക്യാഷ് ബുക്കിൽ കൂടുതലായിട്ട് ക്യാഷ് ബുക്കിൽ പാസ്ബുക്കിൽ തുടങ്ങി എന്ത് ചെയ്യണം, കുറയ്ക്കണം. ക്ലിയർ അല്ല? ഇനി ഡയറക്റ്റ് പേയ്മെന്റ് ബൈ ബാങ്ക്. ബാങ്കിൽ കാശ് കുറഞ്ഞിട്ടോ, നമ്മൾ ക്യാഷ് ബുക്കിൽ പോകുന്നുണ്ടെങ്കിൽ പാസ്ബുക്കിലേക്ക് എത്ര എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇനി ഡിസോണർ ഓഫ് എ ബിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക്. അപ്പൊ നമ്മൾ ഓൾറെഡി ബില്ല് അടച്ചു, അത് ഡിസോണർ ആയി കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ പാസ്ബുക്കിൽ ഉള്ള ബാലൻസ് കുറയും. നമ്മുടെ ഇവിടെ കുറഞ്ഞിട്ടില്ല, ഇപ്പൊ നമ്മൾ ക്യാഷ് ബുക്കിൽ അങ്ങോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ക്ലിയർ ആണോ? ഇനി ഇതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ്, ക്യാഷ് ബുക്കിലുള്ള കാശ് കുറവ്, പാസ്ബുക്കിലുള്ളത് എന്ത് കൂടുതൽ. അതെപ്പോഴാ വരാം, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു പക്ഷെ പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ എന്ത് ചെയ്ത്, ക്യാഷ് ബുക്കിൽ കുറഞ്ഞെടുക്കുക, പാസ്ബുക്കിൽ കൂടിക്കെടുക്കുക. ക്യാഷ് ബുക്കിൽ പാസ്ബുക്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം, കൂട്ടണം. ഇനി ഇൻട്രസ്റ്റ് അലോഡ് ബൈ ബാങ്ക്. ഇൻട്രസ്റ്റ് നമുക്ക് അലോ ചെയ്തേക്കാം, ഇങ്ങോട്ട് കിട്ടിയേക്കാം. അപ്പൊ പാസ്ബുക്കിൽ കാശ് കൂടി, നമ്മുടെ ക്യാഷ് ബുക്കിൽ കൂടിയിട്ട് ക്യാഷ് ബുക്കിൽ പാസ്ബുക്കിൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇനി ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് കളക്ടഡ് ബൈ ബാങ്ക്. ബാങ്കിന്റെ ഇപ്പൊ എന്തെങ്കിലും കാശ് കൂടിയിട്ട് അപ്പൊ പാസ്ബുക്കിൽ കാശ് കൂടി എടുക്കുക, ക്യാഷ് ബുക്കിൽ പാസ്ബുക്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇനി ഡയറക്ട് പേയ്മെന്റ് ഇൻ ടു ദ ബാങ്ക് ബൈ എ കസ്റ്റമർ. നമ്മൾ അറിഞ്ഞിട്ടില്ല, പാസ്ബുക്കിൽ കാശ് കൂടി എടുക്കുക, ക്യാഷ് ബുക്കിൽ കുറഞ്ഞെടുക്കുക, ക്യാഷ് ബുക്കിൽ പാസ്ബുക്കിൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. ഇനി ബിൽസ് കളക്ടഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ. ബാങ്ക് എന്ത് ചെയ്തു, കാശ് മേടിച്ചു, നമ്മൾ അറിഞ്ഞിട്ടില്ലേ, പാസ്ബുക്കിൽ കാശ് കൂടി, ക്യാഷ് ബുക്കിൽ കാശ് കൂടി, ക്യാഷ് ബുക്കിൽ പാസ്ബുക്കിൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് വെച്ചിട്ടുണ്ടാക്കാം, അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് വെക്കാതെ ഉണ്ടാക്കാം. ക്ലിയർ ആണോ? അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ എറേഴ്സ് എല്ലാം റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം, നമ്മള് നെറ്റ് ടൈം ഡിഫറൻസ് മാത്രമാണ് വരുത്തുക. ക്ലിയർ ആണല്ലോ? അതിന് ഒരു ചോദിക്കുള്ളൂ, വരാൻ ചാൻസ് റയറാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മള് ഒരു ഷോർട്ട് കട്ട് പഠിക്കാൻ പോവാണ്. സ്റ്റെപ്സ് ടു ഡു BRCC. ഈ സാധനം മാത്രമാണ് പഠിക്കേണ്ട ആവശ്യമില്ല. എന്താ, ആഡ് ഓർ ലെസ് ഫ്രം ഹെഡിങ് സൈഡ്. അതാണല്ലോ നമ്മൾ സാധാരണ ചെയ്യാറ് അല്ലെ. ഹെഡിങ്ങിന്റെ ആഡ് ഓർ ലെസ് ആണ് ചെയ്യാറ്. ഓൺലി സ്റ്റഡി ഹെഡിങ് ഫേവറബിൾ ക്യാഷ് ഡെബിറ്റ് ഇൻ ക്യാഷ് ബുക്ക്. ഈ സിറ്റുവേഷൻ മാത്രം പഠിച്ചു വയ്ക്കുക. എന്താണ് സിറ്റുവേഷൻ?
ഫേവറബിൾ ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഏതാ എൻട്രി വരാ? ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ ക്യാഷ് ബുക്കിൽ നമുക്ക് ഫേവറബിൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ? ഡെബിറ്റ് ബാലൻസ്. അത് മാത്രം പഠിക്കുക. ക്ലിയർ ആണോ? ഫേവറബിൾ ക്യാഷ് ബാലൻസ് എന്താണ് എന്നുള്ളത് മാത്രം പഠിക്കുക. അവിടെ വരുത്തുന്ന ചേഞ്ചസ് ഇല്ലേ, അവിടെ വരുത്തുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക. അത് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ? ഏതാണ് ആ കാര്യം? ഫേവറബിൾ ബാലൻസ്, അതായത് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. നമുക്ക് ക്യാഷ് ബുക്കിൽ നിന്ന് എങ്ങോട്ട് പോകണം? പാസ്ബുക്കിലേക്ക് പോകണം എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് പഠിക്കണേ അല്ലെ? ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് ക്ലിയർഡ്. ചെക്ക് എന്ത് ചെയ്തു? ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പൊ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ എന്തായി? ഫേവറബിൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലെ? ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്യാഷ് ബുക്ക് കൂട്ടിയിട്ടുണ്ടാവും. അപ്പൊ പാസ്ബുക്ക് കുറഞ്ഞെടുക്കാം. ക്യാഷ് ബുക്കിൽ പാസ്ബുക്കിലേക്ക് പിന്നെ കൊണ്ടുവന്നപ്പോ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അത് കുറച്ചു. ഇനി ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോ എന്തുണ്ടായി? നമ്മൾ ക്യാഷ് ബുക്കിൽ കുറച്ചു. നമ്മൾ പാസ്ബുക്കിലേക്ക് എത്ര എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ആഡ് ചെയ്യും. ഇനി ചെക്ക് ഡയറക്ട്ലി ഡെപ്പോസിറ്റ് ബൈ ദ ബാങ്ക് ബൈ കസ്റ്റമർ. പാസ്ബുക്കിൽ കൂടി എടുക്കാം. ക്യാഷ് ബുക്കിൽ പാസ്ബുക്കിലേക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി ഇൻകം നമ്മുടെ ബാങ്കിൽ നേരെ വന്നു പാസ്ബുക്ക് കൂടി എടുക്കാം. ക്യാഷ് ബുക്കിൽ പാസ്ബുക്കിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യണം. ഇനി എക്സ്പെൻസസ് ഉണ്ടായേക്കണേ പാസ്ബുക്കിൽ കുറഞ്ഞെടുക്കാം. ക്യാഷ് ബുക്കിൽ നിന്ന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. സബ്ട്രാക്ട്. ഇനി ബാങ്ക് ചാർജസ് വീട് ബൈ ബാങ്ക്. ബാങ്കിൽ അപ്പൊ കാശ് കുറഞ്ഞപ്പോ ക്യാഷ് ബുക്കിൽ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചു കൊടുക്കണം. ഇനി ലോക്കർ റെന്റ് റിസീവ്ഡ് അല്ല ലെവീഡ് ബൈ ബാങ്ക്. ലോക്കർ റെന്റ് എന്ത് ചെയ്യാ? ബാങ്ക് നമ്മുടെ മേടിക്കില്ല ചെയ്യാ. അപ്പൊ പാസ്ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ടോ? കാശ് കുറഞ്ഞോ? ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അടുത്തത് റോങ് ഡെബിറ്റ് ഇൻ ക്യാഷ് ബുക്ക്. നമ്മൾ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ക്യാഷ് ബുക്കിൽ തെറ്റി കൂടിക്കെടുക്കാന്നല്ല അർത്ഥം. അതെന്ത് ചെയ്യണം? പാസ്ബുക്കിലേക്ക് എത്രയും കുറയ്ക്കണം. സബ്ട്രാക്ട് ചെയ്തു. റോങ് ക്രെഡിറ്റ് ഇൻ ക്യാഷ് ബുക്ക്. റോങ് ക്രെഡിറ്റ് ഇൻ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ക്യാഷ് ബുക്ക് കുറച്ച് എടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പാസ്ബുക്കിൽ എത്രയും ആഡ് ചെയ്യണം. ഇനി റോങ് ഡെബിറ്റ് ഇൻ പാസ്ബുക്ക്. പാസ്ബുക്കിൽ ഡെബിറ്റ് റോങ് ആയി എടുക്കുക. അപ്പൊ പാസ്ബുക്ക് കുറഞ്ഞെടുക്കാന്നല്ല അർത്ഥം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇനി റോങ് ക്രെഡിറ്റ് ഇൻ പാസ്ബുക്ക്. അനാവശ്യമായി പാസ്ബുക്ക് കൂടിക്കെടുക്കാൻ നടത്താം. അത് എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. സംഭവം ചെയ്യണത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. പക്ഷെ പുറത്തെ സൈഡിലേക്ക് എത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ചെയ്യാൻ. ക്ലിയർ അല്ലേ? അടുത്തത് അണ്ടർകാസ്റ്റിംഗ് ഓഫ് ഡെബിറ്റ് സൈഡ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഇൻ ദ ക്യാഷ് ബുക്ക്. നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റുകൾ കുറഞ്ഞു പോയി. അപ്പൊ ഡെബിറ്റുകൾ കുറഞ്ഞു പോയി പറഞ്ഞാൽ ഇത് കുറഞ്ഞു കൊടുക്കാൻ നടത്തും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി ഓവർകാസ്റ്റിംഗ് ഓഫ് ഡെബിറ്റ് സൈഡ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഇൻ ക്യാഷ് ബുക്ക്. എന്താണ് പറയണേ? ബാങ്ക് അക്കൗണ്ടിൽ കൂടിക്കെടുക്കാന്നാണ് പറയണേ. ഓവർകാസ്റ്റിംഗ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അടുത്തത് അണ്ടർകാസ്റ്റിംഗ് ഓഫ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ബാങ്ക് അക്കൗണ്ട്. അപ്പൊ അണ്ടർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രെഡിറ്റ് ചെയ്യുന്നത് അതാണ് വരേണ്ട ബാലൻസ്. അത് കുറഞ്ഞു എടുക്കാന്നല്ല അർത്ഥം. ഇത് താഴത്തേക്ക് എത്ര എന്ത് ചെയ്യണം? കുറയ്ക്കണം. ക്ലിയർ അല്ലേ? ഈ ഓവർകാസ്റ്റിംഗ് ഓഫ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ബാങ്ക് അക്കൗണ്ട്. ഇത്രയും സാധനങ്ങളാണ് ജനറലി വരിക. ഓവർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ എടുക്കണ? ഇത് കൂടിക്കെടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് എടുത്തുമ്പോ ആഡ് ചെയ്യണം. ഇനി കൊണ്ടിട്ട് 2-3 ബിൽസ് റിസീവബിൾ കളക്ടഡ് ഡയറക്ട്ലി ബൈ ബാങ്ക്. അപ്പൊ പാസ്ബുക്ക് കൂടിക്കെടുക്കാൻ നമ്മൾ ആഡ് ചെയ്യണം. ഇനി ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ചാർജ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ത് ചെയ്തു? ചാർജ് ചെയ്തു. അപ്പൊ എന്താ എൻട്രി വരാ? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന് ഇൻട്രസ്റ്റ് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് കുറയാന്നില്ല അർത്ഥം. അപ്പൊ നമ്മുടെ ബാലൻസ് കുറഞ്ഞു. അപ്പൊ ക്യാഷ് ബുക്കിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഈ ഫൈനൽ ബാലൻസ് ഇഫ് ആൻസർ ഈസ് പോസിറ്റീവ് ദെൻ ഫേവറബിൾ ബാലൻസ് ക്രെഡിറ്റ് സൈഡ് ആസ് പെർ പാസ്ബുക്ക് എന്ന് വരും അല്ലെ? ഡെബിറ്റ് സൈഡിലല്ലേ തുടങ്ങിയത്. അപ്പൊ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞാണ് വരെ. ഫേവറബിൾ ആണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ, അൺഫേവറബിൾ ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളെല്ലാം ഇതിനെ വെച്ചിട്ട് പഠിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള സാധനം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ ട്രാൻസാക്ഷൻസും എൻട്രി ഇടാം. എവിടെന്നാ? ക്യാഷ് ബുക്കില് ഡെബിറ്റ് ബാലൻസ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അത് മാത്രം ആലോചിക്കുക. അവിടെ ആയിരുന്നു എന്ത് ചെയ്യും? ക്വസ്റ്റ്യനിൽ എന്തും ആയിക്കോട്ടെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ക്യാഷ് ബാലൻസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ പഠിച്ചുല്ലോ. അത് മാത്രം ആലോചിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഫേവറബിൾ ബാലൻസിന് പ്ലസ് കൊടുത്തു, അൺഫേവറബിൾ ബാലൻസിന് മൈനസ് കൊടുത്തു. ഓക്കെ, ക്രെഡിറ്റിന് പ്ലസ് കൊടുത്തു. അല്ല സോറി ക്യാഷ് ബുക്കിന് ക്യാഷ് ബുക്ക് ബാലൻസ് ഇല്ലേ അതിന് പ്ലസ് കൊടുത്തു. പാസ്ബുക്ക് ബാലൻസിന് എന്ത് കൊടുത്തു? മൈനസ് കൊടുത്തു. അപ്പൊ ഒന്ന് പറഞ്ഞേ, ക്യാഷ് ബുക്ക് ബാലൻസിനെ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ തിരിച്ചു വെച്ചു. ക്യാഷ് ബുക്ക് ബാലൻസിന് നമ്മൾ എന്ത് കൊടുത്തു? ക്യാഷ് ബുക്ക് ബാലൻസിന് എന്ത് ചെയ്തടാ?
പ്ലസ് കൊടുത്തു, പ്ലസ് എന്നുള്ള എംബ്ലം കൊടുത്തു. അതുപോലെ ഫേവറബിളിന് എന്ത് കൊടുത്തു, പ്ലസ് എന്ന് കൊടുത്തു. അപ്പൊ ക്യാഷ് ബുക്കില് പോസിറ്റീവ് ബാലൻസ്, അത് ഡെബിറ്റ് ബാലൻസ്, അതാണല്ലോ പറയണേ. അത് ഫേവറബിൾ ബാലൻസ് ആണ്. അപ്പൊ ക്യാഷ് ബുക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. ഫേവറബിൾ ബാലൻസ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ടിനും പ്ലസ് കൊടുക്കും. അപ്പൊ നമ്മൾ ഈ ചെയ്തിട്ടുള്ള അതേ കാര്യം തന്നെ ചെയ്യണം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള അതേ കാര്യം തന്നെ ചെയ്യണം. ഇതാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ക്യാഷ് ബുക്കില് പോസിറ്റീവ് ബാലൻസ് ആണ്, ഫേവറബിള് ബാലൻസ് ആണ്. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ്. ആ സിനാരിയോയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണെങ്കിൽ നമ്മളിപ്പോ ഈ പഠിച്ച അതേ കാര്യം തന്നെ ചെയ്യാം. ഇതേ സിനാരിയോ തന്നെ എവിടെയും വരും, പാസ്ബുക്കിലാണ് നമ്മൾ തുടങ്ങണേ. അൺഫേവറബിൾ ആയിട്ടുള്ള ബാലൻസ് ആണ്, മനസ്സിലായ? പാസ്ബുക്കിലാണ് തുടങ്ങണേ, അൺഫേവറബിൾ ആയിട്ടുള്ള ബാലൻസ് ആണെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ ചെയ്തിരുന്നത് അതേ കാര്യം വരും. അപ്പൊ ഹെഡിങ് എന്താ നോക്കാം, പാസ്ബുക്ക് ആണോ നോക്കാം, പ്ലസ് അൺഫേവറബിൾ ആണോ നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, മൈനസ് മൈനസ് എന്നുള്ളത് വരില്ലേ, നമ്മൾ എന്താണോ ചെയ്തത് അതേ കാര്യം തന്നെ ചെയ്യാം. ക്ലിയർ ആണോ? ഇനി അല്ലാത്ത എല്ലാ സിനാരിയോ എങ്ങനെയായിരിക്കും, ഒരു പ്ലസ് ഒരു മൈനസ് ആയിരിക്കും. അതായത് തുടങ്ങണത് ക്യാഷ് ബുക്കിലായിരിക്കും, പക്ഷെ അൺഫേവറബിൾ ആയിട്ടുള്ള ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആവാം. ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആവാം. അല്ലെങ്കിൽ പാസ്ബുക്ക് എന്ന് പറയുമ്പോഴേ എന്താ നമ്മളെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ഒരു ഇമേജ് ആണ്. പാസ്ബുക്കിൽ നിന്ന് തുടങ്ങാൻ പറയുന്നത്, നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്ന് തുടങ്ങുന്നതാണ് പോസിറ്റീവ്, പാസ്ബുക്കിൽ നിന്ന് തുടങ്ങുന്നത് എന്താ, നെഗറ്റീവ്. അവിടെ ഫേവറബിൾ ബാലൻസ് ആണെന്ന് വിചാരിക്കും. പാസ്ബുക്കിൽ ഫേവറബിൾ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അവിടെ തുടങ്ങിയാലും നേരെ ഓപ്പോസിറ്റ്, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളില്ലേ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ നമ്മൾ ആകെ ചെയ്യേണ്ട എന്താ, ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോ അത് ഏതാണെന്ന് നോക്കാം. ക്യാഷ് ബുക്ക് ആണോ, അവിടെ ഒരു പ്ലസ് ഇടാം. എന്നിട്ട് ഫേവറബിൾ ബാലൻസ് ആണോ, അവിടെ ഒരു പ്ലസ്. അതായത് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഫേവറബിൾ ആയി, അപ്പൊ അവിടെ പ്ലസ് ഇട്ടു. അപ്പൊ നമ്മൾ ചെയ്ത കാര്യം തന്നെ ചെയ്യാം. ഇനി അവിടെ നമ്മൾ നോക്കി ക്യാഷ് ബുക്കിൽ നിന്ന് തുടങ്ങിയേക്കണേ, പക്ഷെ അൺഫേവറബിൾ ബാലൻസ് ആയിട്ട് തുടങ്ങിയേക്കണേ, അപ്പൊ അവിടെ മൈനസ് ഇട്ടു. അപ്പൊ നമുക്ക് ഇവിടെ എന്തായിരുന്നു കിട്ടുമായിരുന്നത്, ആഡ് ചെയ്യണ ലെസ് എന്ന് പറഞ്ഞ കാര്യമില്ലേ, അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്തിരിക്കും. ക്ലിയർ ആണോ? നീ അതിന് പകരം ഫേവറബിൾ ബാലൻസ് ആണ്, പക്ഷെ പാസ്ബുക്കിൽ നിന്നാണ് തുടങ്ങണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള ഉത്തരില്ലേ, അതിന് നേരെ ഓപ്പോസിറ്റ് ഇടാം. നമുക്ക് ഡി എൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോയി എന്തിലിടാം, ലെസ്സിലിടാം. ലെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോയിട്ട് ആഡിലിടാം. പാസ്ബുക്കിൽ നിന്നാണ് തുടങ്ങണേ, അൺഫേവറബിൾ ബാലൻസ് ആണ്, അതായത് ഡെബിറ്റ് ബാലൻസ് ആണെന്ന് വിചാരിക്കും. എന്തായാലും നമ്മൾ ചെയ്യാം, അതന്നെ ചെയ്യാം. ക്ലിയർ ആണോ? പിന്നെ ആലോചിക്കാനേ വേണ്ട, നോക്കേ വേണ്ട, പടപടപടയെന്ന് നമുക്ക് ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സംശയമില്ല. ഇതാണ് ഇത്രയും പഠിക്കാനുള്ളൂ, ഒറ്റ കാര്യം പഠിക്കുക, അതാണ് ഏറ്റവും ഈസിയസ്റ്റ് കാര്യം, അത് ചെയ്യുക. ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ. ഇനി മീനിങ് ഓഫ് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക്. എന്താണ് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക്? When the balance in cash book is first adjusted for certain adjustment before taking into bank reconciliation statement, അതിനെയാണ് അഡ്ജസ്റ്റഡ് എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോണതില്? ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണത്, നിർബന്ധമാണോ അത്? അല്ല, വേറെ വേറെ മാസമായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മളിത് ചെയ്യാം. റീകൺസിലേഷൻ ഇസ് ഡൺ അറ്റ് എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയറോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരീഡ് ആണെങ്കിൽ നമ്മൾ യൂഷ്വലി ഇത് ചെയ്യാം. എന്താ ചെയ്യാ? ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. While adjusting the cash book, the following adjustments are considered. എന്താണത്? All errors and omission by the bank by the cash book are taken into care. എററുകളും തിരുത്തും എന്ത് ചെയ്യും? ഒമിഷനും തിരുത്തും. ക്ലിയർ ആണല്ലോ? Only about transactions are considered for adjusting cash book. Any delay in recording, timing difference of very clear. Different timing is taken to bank reconciliation statement. അപ്പൊ എന്താ ടൈമിങ് BRS തന്നെ പോകും. എറേഴ്സ് ആൻഡ് ഒമിഷൻ കളർ കാണാൻ പ്രശ്നമുണ്ടാ, ലെറ്റേഴ്സ് കാണാൻ പ്രശ്നമുണ്ടാ, എറേഴ്സ് ആൻഡ് ഒമിഷൻ ഇങ്ങോട്ട് പോകും. അഡ്ജസ്റ്റഡ് ക്യാഷ് എത്ര ഉള്ളോ, വേറെ ഒന്നുമില്ല. എറേഴ്സ് ഒക്കറിംഗ് ഇൻ ദ പാസ്ബുക്ക്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പാസ്ബുക്കിലുള്ള എറേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അഡ്ജസ്റ്റ് ചെയ്യില്ല, BRSലേക്ക് തന്നെ പോവാം. എനിക്ക് ഞാൻ പറഞ്ഞില്ല, അത് വളരെ 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 റയറായിട്ട് ഉണ്ടാവാറില്ല. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു സാധാരണ നടക്കുന്ന ഒരു സംഭവം എന്നുള്ള പോലെ തരും. ക്ലിയർ ആണല്ലോ? അത്രയുള്ളോ? കഴിഞ്ഞു. ചോദ്യങ്ങൾ ചെയ്യാം. ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ടെക്സ്റ്റില്? ഇത് കാണുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് തോന്നും. ഇത് ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല.
എന്താന്ന് മനസ്സിലായി? ശരിക്കും ഒരു പാസ്ബുക്കിന്റെ ഫോർമാറ്റ് തന്നേക്കാം. അതുപോലെ ശരിക്കുള്ള ഒരു ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റും തന്നേക്കാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിക്കണേ. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പാസ്ബുക്കിൽ കാണുന്ന അതേ ഫിഗറുകൾ ഇവിടെ കൊണ്ട് ടിക്ക് ഇടാം. 4 ലക്ഷം 4 ലക്ഷം വന്നിട്ടില്ലേ? 4 ലക്ഷം 4 ലക്ഷം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ 60,000 വന്നിട്ടില്ലേ? 60,000. 1.25 വന്നിട്ടില്ലേ? 1.25 കിട്ടും. ദാസ് ആൻഡ് കമ്പനി. ഇനി ജോൺസൺ ജോൺസൺ 35,000 ഇവിടെ വന്നിട്ടില്ലേ? ഇനി റോയ് ആൻഡ് ജെയിംസ് 1 ലക്ഷം. റോയ് ആൻഡ് ജെയിംസ് 1 ലക്ഷം. ഇങ്ങനെ വെറുതെ ടിക്കറ്റ് പോയി. ഇത് റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ വരാം. മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാല് കണ്ടുപിടിക്കലേക്ക് ഇങ്ങനെയൊക്കെ തന്നെ കണ്ടുപിടിക്കണ്ടെങ്കിൽ എവിടെയെങ്കിലും, അതായത് ഏറ്റവും അവസാനത്തെ ബാലൻസ് നോക്കി 2.43 അല്ലേ? ഇവിടെ വന്നിട്ടുള്ളത് 2.43 2.37. അപ്പൊ ഒരു 6,000 ഡിഫറൻസ് വന്നിട്ട് അത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാണ് നമ്മൾ ചെയ്യണത്. ക്ലിയർ അല്ലേ? അടുത്തത് 76,000 ഇവിടെ വന്നു. ഇവിടെയും 76,000 വരണ്ടേ? വന്നില്ലേ? ഇനി 30,000 വന്നു. ഇവിടെ 30,000 വരണ്ടേ? വന്നു. മിക്കവാറും ഈ റെന്റിനോട് അടുപ്പിച്ചിട്ടുള്ള ഇതാണ് കൂടുതൽ മിസ്റ്റേക്ക് വരട്ടാ. പിന്നെ 50,000 ഇവിടെ വന്നു. 50,000 ഇവിടെ വന്നു. 43,000 വന്നു. 43,000 വന്നു. 25,000 വന്നു. വന്നിട്ടില്ലല്ലോ. അപ്പൊ ഈ 25,000 നമ്മളിവിടെ വട്ടട്ട് സൈഡ് മാറിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടോ നോക്കി. ഇല്ല. ഇനി 1000 ബാങ്ക് ചാർജ് വന്നിണ്ടാ? ഇല്ല. ഇനി 20,000 എന്താ ഇൻട്രസ്റ്റ് കളക്ടഡ് ടു ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വന്നിണ്ടാ? ഇല്ല. ഈ 3 കാര്യങ്ങളാണ് വരാത്തത്. അത് മാത്രമാണോ വരാത്തത്? ഇവിടെ ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ബി ബാബു ഇവരൊക്കെ വന്നിട്ടാ 78,000. ഇവര് വന്നിട്ടില്ല. ഈ 1,00,000 എം മോഹൻ വന്നിട്ടില്ല. നന്ദി എൻസൻസ് 34,000 വന്നിട്ടില്ല. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഡിഫറൻസ് ഉള്ളത് എന്നുള്ളത് മനസ്സിലായില്ലേ? നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ? ക്യാഷ് ബുക്കിൽ നിന്നല്ലേ? നമുക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ബുക്കിൽ തുടങ്ങും അല്ലേ? ക്യാഷ് ബുക്കില് ഏതാ പോസിറ്റീവ് ബാലൻസ് അല്ലേ എടുക്കണേ? അല്ലേ? എത്രയാ നമ്മുടെ ക്യാഷ് ബുക്കിൽ പോസിറ്റീവ് ബാലൻസ്? 2.37 അല്ലേ? അത് നമ്മൾ എഴുതി. എന്നിട്ട് എന്താണ് ഇവിടെ സംഭവം ഉണ്ടായിക്കണേ? എന്താ ഉണ്ടായിക്കണേ? ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് എത്തണം വേണ്ടേ? അപ്പൊ ക്യാഷ് ബുക്കില് മാത്രം വന്നിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ? ക്യാഷ് ബുക്കില് ഇത് കൂട്ടി. ക്യാഷ് ബുക്കിനെ ഏത്? ഈ എം മോഹനും നന്ദി എൻസൻസും അല്ലെ? ഇത് രണ്ടും ക്യാഷ് ബുക്കിന് കൂട്ടി. അതിന് രണ്ടിനും കുറയ്ക്കണ്ടേ അല്ലേ? ഏതാ? 1,05,000 34,000 1,39,000 അല്ലേ? അതെന്ത് ചെയ്തു? കുറച്ചു. ഇതെന്താ? ക്യാഷ് ബുക്ക് അനാവശ്യമായി കൂടിക്കെടുക്കാണ്. ഇതെന്താ സംഭവം? എം മോഹനും നന്ദി എൻസൻസും. അപ്പൊ ഇതെന്തായിരിക്കും? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ആവാനും സാധ്യതയുണ്ട്. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോഴും എന്ത് ചെയ്തു? ചെക്ക് ഇഷ്യൂ അല്ല, സോറി, ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ആവാം. അല്ലെങ്കിൽ ചെക്ക് റിസീവ്ഡ് പ്രസന്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ആവാം. അവർ കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ചെക്ക് റിസീവ് ചെയ്തപ്പോഴേ നമ്മൾ എന്ത് ചെയ്തു? ഇത് കൂട്ടി കാണിച്ചു. പക്ഷെ പാസ്ബുക്കിൽ അത് കൂടിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ നമ്മളെ കാരണം ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ആവാം, ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ആവാം, അല്ലെങ്കിൽ ചെക്ക് റിസീവ് ചെയ്തിട്ടുണ്ടാവും, നോട്ട് ക്ലിയർഡ് ആവാം. നമ്മൾ എഴുതി. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞില്ലേ? നമ്മൾ ടിക്ക് ഇട്ടു. ഇനി ബി ബാബുവിന്റെ അക്കൗണ്ട്. ബി ബാബു എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ആവാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ക്യാഷ് കൊടുത്തത് ബാങ്കിൽ റിഫ്ലക്ട് ആവാത്തതാവാം, എന്തും ആവാം. നമുക്ക് കാരണം നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അതായത് നമ്മുടെ കയ്യിൽ എന്തായാലും നമ്മളത് കുറച്ചിട്ടുണ്ടായിരുന്നു, പാസ്ബുക്കിൽ അത് കുറഞ്ഞിട്ടില്ല. നമ്മള് ചെക്ക് ഇഷ്യൂ ചെയ്തു, അയാളെ പ്രസന്റ് ചെയ്തതാവാം, പക്ഷെ അത് ചിലപ്പോൾ അയാളുടെ കയ്യിൽ ക്ലിയർ ആവാത്തതാവാം, എന്തും ആവാം. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്തു.
പാസ്ബുക്കിൽ ഇനി എന്താ വ്യത്യാസം ഉണ്ടാക്കണേ? പാസ്ബുക്കിൽ എന്ത് വ്യത്യാസം ഉണ്ടാക്കണേ? അയ്യോ ദേ എല്ലാം ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ കണ്ണു തുറന്ന് നോക്കണം. ഇവിടെയൊക്കെ നമ്മൾ ടിക്കറ്റ് ഉണ്ട്, ടിക്ക് വരാത്തത് ഇല്ലേ? ഈ 73 ടിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്താ 73 78 കൂട്ടിക്കിട 180 അല്ല 181 151. അപ്പൊ ഇത് കഴിഞ്ഞു. ഈ ക്യാഷ് ബുക്കിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി പാസ്ബുക്കിൽ വരാത്ത മിസ്റ്റേക്കുകൾ ഉണ്ടല്ലോ. ഇപ്പൊ എന്താ ഉണ്ടായിക്കണേ? പാസ്ബുക്കില് ഇത് കൂടിക്കെടുക്കാം. ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ കൂട്ടണ്ടേ അല്ലേ? ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതാരാ? 20,000 ഇൻട്രസ്റ്റ് കളക്റ്റഡ് അല്ലേ? 20,000 അല്ലേ? ഇനി 25,000 പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ നമ്മുടെ കയ്യിൽ കുറയ്ക്കണ്ടേ? ബാങ്ക് ചാർജസ് 26,000. എന്ത് വരും? 151 അല്ല, എന്താ വരണ്ടെന്നുള്ളത് നമുക്കറിയാം. 243 ഉത്തരം വരണം. വന്നുണ്ടോ നോക്കി? വന്നു, പഠിച്ചു നോക്കി. എന്ത് ഏതാ ഇത്? വേറെ ഏതോ കേസല്ലേ? വേറെന്തോ കേസാ. ഇതിൽ ഓരോന്നിന്റെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചേക്കാം ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. പിന്നെ ഇത് വേറെന്തോ ഒരു കാര്യങ്ങൾ അവര് പറയാണ്, നോക്കണ്ട. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ വായിച്ചത് കേട്ടാ നിങ്ങൾക്ക്. ഒരു സൈഡ് മാത്രമേ വായിച്ചുള്ളൂ. നേരത്തെ ക്വസ്റ്റ്യനില്ലേ 2:43 തുടങ്ങിയിട്ട് 2:37 അവസാനിച്ചു. അതിന്റെ മറ്റേ ഫോർമാറ്റ് ആണ് ഇവര് തന്നേക്കണേ. 2:37 തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യണമല്ലോ. ശരിയല്ലോ ഉണ്ടാ? ഓക്കെ അല്ലേ? ഇല്ലസ്ട്രേഷൻ 2. ഇനി നമ്മളുടെ റൂൾ എന്താ? ഇവര് പഠിപ്പിക്കുന്ന രീതിയിലാണോ നമ്മൾ ചെയ്യാ? അല്ല, നമ്മളെന്താ ചെയ്യാൻ പോണേ? നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാ. ആകെ ഒരെണ്ണം പഠിച്ചിട്ട് ഇത് ശരിക്കും എന്തിനിങ്ങനെ ചെയ്യണേ? നമ്മളുടെ ഉത്തരം വേഗം കിട്ടാൻ വേണ്ടിട്ട് ചെയ്യണേ. കാരണം സമയമാണ് നമുക്ക് ഈ അക്കൗണ്ട്സിൽ പ്രശ്നം വരാൻ പോണേ. നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഒരു 10 മണിക്കൂർ എടുത്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും? അക്കൗണ്ട്സിൽ ഫുള്ള് മേടിക്കും. അല്ലെങ്കിൽ ഒരു 80-90 മാർക്കെങ്കിലും മേടിക്കും. നമുക്ക് എവിടെ പ്രശ്നം വരാം? ടൈമിലാണ് പ്രശ്നം വരാം. ടൈം ലാഭിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണേ? ആകെ ഒറ്റ കാര്യം പഠിക്കണം. ഹെഡിങ്ങിന്റെ അവിടെ തന്നെ എഴുതണം. എന്നിട്ട് 2 ഓപ്ഷനെ വരാനുള്ളൂ. ഒന്നിങ്ങനെ സെയിം പോലെ വരാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പോലെ വരാം. സെയിം പോലെയാണോ ഓപ്പോസിറ്റ് പോലെയാണോ നമ്മൾ തുടക്കത്തിൽ ക്വസ്റ്റ്യനിലെ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്യണം. നമുക്കാണ് ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ ഫേവറബിൾ ബാലൻസ് വരാവുന്ന പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. നമുക്കാണ് ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ. അല്ല, അവര് നമ്മളോട് ഇന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇന്ന സ്ഥലത്ത് പോയി അവസാനിപ്പിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതന്നെ ചെയ്യണം. സംശയമില്ലല്ലോ. Illustration 2. From the following materials, prepare a BRS. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് തന്നിട്ടുണ്ട്, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് തന്നിട്ടുണ്ട്. ഇത് പോസിറ്റീവ് ബാലൻസ് അല്ലേ? അപ്പൊ പ്ലസ് അല്ലേ? സെയിം അല്ലേ? അത് നമ്മള് മനസ്സിലാക്കാൻ നമ്മള് സ്റ്റാർട്ടിങ്ങിലത്തെ പോലെ ചെയ്യാം. 2:40 നമ്മൾ തുടങ്ങി, എന്തിലും അവസാനിപ്പിച്ചു? 2:86 950 അവസാനിപ്പിച്ചു. അത് രണ്ടും നമ്മൾ എൻട്രി ഇട്ടു. പിന്നെയാണ് നമ്മൾ തുടങ്ങണേ. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റ് ഇൻ ദ ബാങ്ക്സ് എമൗണ്ട് ടു 1,36,000. അപ്പൊ എന്താണ്? നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ കയ്യിൽ കുറച്ചുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണ്ടേ? ആഡ് ബാക്ക് ചെയ്തു. ഇനി ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് ക്ലിയർഡ്. അപ്പോഴാണ് നമ്മൾ കൂട്ടി കാണിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 90,000 എന്ത് ചെയ്തു? കുറച്ചു. അടുത്തത് ബാങ്ക് ചാർജ് 300. നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവും, നമ്മള് ഇവിടെ കുറയ്ക്കണം. 300 കുറച്ചു. അടുത്ത എന്താ ചെയ്തേ? ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് അമൗണ്ട്സ് ടു. അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ നമ്മുടെ കയ്യിൽ കൂട്ടണം. 1,250 കൂട്ടി കഴിഞ്ഞില്ലേ? ഇത് കിട്ടി. സിമ്പിളല്ലേ? ഇത് നമ്മളിങ്ങനെ ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. ഇത് തന്നെയാണ് വന്നത്. നമ്മൾ പഠിച്ചത് തന്നെയാണ് വന്നത്. പഠിക്കാത്തത് വന്നാലും എന്താ? ഓപ്പോസിറ്റ് ആണോ സെയിം ആണോ? അത് മാത്രം നോക്കാം. 31st March BRS ഓഫ് നമ്പർ ഷോഡ് ബാലൻസ് ഓഫ് 1,50,50,000. എന്താ? പാസ്ബുക്ക് അല്ലേ? പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് അല്ലേ?
ബാലൻസ് എന്ന് പറയുമ്പോ എന്താ പറഞ്ഞേ? ഇത് പോസിറ്റീവ് ബാലൻസ് എന്നല്ല ഉദ്ദേശിച്ചേക്കണേ, ഇത് ക്രെഡിറ്റ് എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ ഇതെന്താ? ഇത് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ? പാസ്ബുക്കില് 1,50,000 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേവറബിൾ അല്ലേ? ഫേവറബിൾ എന്ന് പറഞ്ഞാൽ പ്ലസ് അല്ലേ നമ്മുടെ എംബ്ലം? അപ്പൊ ഓപ്പോസിറ്റ്. ക്ലിയർ ആണോ? ഒരു മൈനസും വന്നൊരു പ്ലസ് വന്നു. ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്നാണ് നോക്കുന്നത്. ഫേവറബിളിന് നമ്മൾ എന്താ കൊടുക്കാറ്? പ്ലസ്. അൺഫേവറബിളിന് എന്താ കൊടുക്കുക? മൈനസ്. സംശയമില്ലല്ലോ? ക്ലിയർ അല്ലേടാ? വൈൽ ബാലൻസിങ് ആസ് പെർ ക്യാഷ് ബുക്ക് 1,12,050 വന്നു. പ്രിപ്പയർ BERS എന്നാണ് പറഞ്ഞേക്കണേ. നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 1,12,050 തുടങ്ങിയിട്ട് സാധാരണ പോലെ ചെയ്യാം. മനസ്സിലായി? കാര്യം മനസ്സിലായി? അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഇവരിവിടെ തുടക്കത്തിൽ പാസ്ബുക്ക് തന്നതുകൊണ്ട് ഈ ഒരു ഉത്തരവ് പാസ്ബുക്കിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടാവാ. കണ്ടാ? അവരുദ്ദേശിക്കുന്നത് അത് ചെയ്യാനാ. പക്ഷെ ഇവിടെ ക്ലിയർലി ഇൻഡിക്കേറ്റ് ഒന്നും ചെയ്തിട്ടില്ലേ നിങ്ങൾ ഇവിടെ വെച്ച് തുടങ്ങുന്നു. BERS ഉണ്ടാക്കാൻ മാത്രം പറഞ്ഞിട്ടല്ലോ. അപ്പൊ നമുക്ക് മാന്യമായിട്ട് മറ്റേ രീതിയിൽ തന്നെ തുടങ്ങാം. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളോട് ചോയ്സ് തന്നിട്ടൊന്നുമില്ല. ഇവര് പാസ്ബുക്ക് ബാലൻസ് ഇതാണ് തുടക്കത്തിൽ പറഞ്ഞപ്പോ അവർ ഉദ്ദേശിക്കുന്നത് അത് വെച്ച് നിങ്ങൾ ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതി? 1,50 എഴുതി അല്ലേ? ലാസ്റ്റ് എന്ത് എഴുതി? 1,12,050 എഴുതി. അതും എഴുതി. ക്ലിയർ ആണല്ലോ? സംശയമില്ല. പക്ഷെ നമ്മൾ സാധാരണ പോലെയാണ് നമ്മൾ ചെയ്യാം. ക്യാഷ് ബുക്കിന് പാസ്ബുക്കിലേക്ക് ഇങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കണേ. He has issued checks amounting to 80,000 out of which 32,000 were presented for payment. 80,000 ഇഷ്യൂ ചെയ്തപ്പോഴാണ് എന്തുണ്ടായിണ്ടോ? നമ്മുടെ 80,000 നമ്മൾ കുറച്ചുണ്ടാവില്ലേ? ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ? 80,000 കുറച്ചുണ്ടാവും. 32,000 പ്രസന്റ് ആയിട്ടുള്ളൂ. അപ്പൊ 80,000 മൈനസ് 32,000 അത്രയും കൂടി പ്രസന്റ് ആവാനുണ്ട്. ഇപ്പൊ 80,000 32,000 മാച്ചായി പോയിണ്ടെന്നാണ് അർത്ഥം. അപ്പൊ 48,000 മാച്ച് ആവാത്തത്. അപ്പൊ എന്താ ആലോചിക്കണ്ടേ? 48,000 നമ്മൾ ഇഷ്യൂ ചെയ്തു, പക്ഷെ 48,000 പ്രസന്റ് ആയിട്ടില്ലെന്ന് ആലോചിച്ചാൽ പോരെ? നെറ്റ് ചെയ്ത് ആലോചിക്കാം. അപ്പൊ 48,000 നമ്മൾ ഇഷ്യൂ ചെയ്തപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ടോ? കുറച്ചുണ്ടാവും. ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലെ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് പോകുന്നത് മാത്രമാണ് പഠിക്കുന്നത്, അത് മാത്രമാണ് ചെയ്യണത്. ആദ്യം ഇത് ആലോചിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എല്ലാത്തിലും നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ട് മറ്റോണം പഠിച്ചിട്ടുണ്ടാവാ. പാസ്ബുക്കിൽ നിന്ന് തുടങ്ങുമ്പോൾ പാസ്ബുക്കിൽ എന്തോ അങ്ങനെയൊക്കെയോ പഠിച്ചിട്ടുണ്ടാവാ. അങ്ങനെ ആലോചിക്കേണ്ടത് ക്യാഷ് ബുക്കാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണെന്ന് വിചാരിക്കുക. ക്യാഷ് ബുക്കിൽ ഇനിയാണ് ബാലൻസ് തന്നേക്കണെന്ന് വിചാരിക്കുക. അത് ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തുടക്കത്തിൽ എഴുതി വെക്കുക. ക്ലിയർ ആണല്ലോ? എന്നിട്ട് നമ്മൾ ചെയ്യാം. അപ്പൊ എന്താണ് കാര്യം? ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് പോകണമെങ്കിൽ അപ്പൊ നമ്മൾ എത്ര? ക്യാഷ് ബുക്കിൽ 48,000 കുറഞ്ഞിട്ടാണ് എടുക്കുന്നത്. പാസ്ബുക്കിൽ എത്രയാ? 48,000 കൂടിയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ക്യാഷ് ബുക്കിൽ 48,000 കുറച്ചു, പാസ്ബുക്കിൽ സാധാരണ പോലെ എടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 48,000 ആഡ് ബാക്ക് ചെയ്യണ്ടേ? അപ്പൊ ആഡ് ബാക്ക് എന്ന് കിട്ടി, ഇവിടെ ഓപ്പോസിറ്റ് ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം അല്ലേ? 48,000 ലെസ് ചെയ്തു. മനസ്സിലായ? നമ്മളെല്ലാത്തിനും ഒറ്റ മെത്തേഡ് പഠിച്ചു. അപ്പൊ നമ്മൾ സ്പീഡാവും. ഒരേ കാര്യം തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് ആവും. ലാസ്റ്റ് നമ്മൾ ഓപ്പോസിറ്റ് ആണോ നമ്മൾ ഹെഡിങ്ങിൽ എഴുതി വെച്ചിട്ടല്ലോ, സെയിം ആണോ ഓപ്പോസിറ്റ് ആണോ നമ്മൾ എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെക്കുക. പിന്നെ നമ്മൾ പടപട സൈഡിലാണെന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക. ക്ലിയർ ആണല്ലോ? ആയിട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ, ഷീ റിസീവ്ഡ് എ ചെക്ക് ഓഫ് 5,000 ഷീ റെക്കോർഡഡ് ഇൻ ഹെർ ക്യാഷ് ബുക്ക് ബട്ട് ഫോർഗോട്ട് ടു ഡെപ്പോസിറ്റ് ഇൻ ദി ബാങ്ക്. അപ്പൊ 5,000 നമ്മുടെ ക്യാഷ് ബുക്കിൽ കൂടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. പാസ്ബുക്കിൽ എത്ര കുറയ്ക്കണം? കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. 5,000 ആഡ് ചെയ്തില്ലേ? ഓപ്പോസിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിയിലെത്തുമ്പോൾ ഓപ്പോസിറ്റ് ആലോചിക്കുക. അപ്പൊ ആഡ് ചെയ്യണം. അടുത്തത്, ചെക്ക് ഓഫ് 22,000 ഡെപ്പോസിറ്റഡ് ബൈ ഹെർ ഹാസ് നോട്ട് ബീൻ ക്ലിയർഡ്. എന്തുണ്ടായിക്കണേ? ചെക്ക് എന്ത് ചെയ്തു? 22,000 ഡെപ്പോസിറ്റ് ചെയ്തു. 22,000 ഡെപ്പോസിറ്റ് ചെയ്തപ്പോ നമ്മൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ കൂട്ടി കാണിച്ചു. പാസ്ബുക്കിൽ അത് കൂടിയിട്ടില്ലേ? അപ്പൊ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറയ്ക്കണം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആഡ് ചെയ്യണം. അപ്പൊ 22,000 ആഡ് ചെയ്തു. ഇതിലേ മിസ്റ്റർ ഗുപ്ത ഡെപ്പോസിറ്റഡ് an amount of 15,700 in her bank which has not been recorded by her in cash book yet. അപ്പൊ പാസ്ബുക്കിൽ കൂടി കിടക്കില്ലേ? നമ്മൾ കൂട്ടണം എന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറച്ചു. അടുത്തത്, ബാങ്ക് ഹാസ് ക്രെഡിറ്റഡ് an interest of 1,500 while charging 250 as ബാങ്ക് ചാർജ്. സംഭവം നമുക്ക് നെറ്റ് ചെയ്താലും ഉത്തരം കിട്ടും. പക്ഷെ രണ്ടും വേറെ ട്രാൻസാക്ഷൻ തന്നെയല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും വേറെ തന്നെ കാണിക്കണം. അപ്പൊ ഇൻട്രസ്റ്റ് എന്ത് ചെയ്തു? 1,500 കൂട്ടി. 1,500 പാസ്ബുക്കിൽ കയറി എടുക്കാം. ക്യാഷ് ബുക്കിൽ കുറഞ്ഞെടുക്കും. ക്യാഷ് ബുക്കിൽ പാസ്ബുക്കിൽ കുറഞ്ഞ് ആഡ് ചെയ്യും. കിട്ടി കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യണം? ലെസ് ചെയ്യും. കാരണം ഇവിടെ ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ അപ്പുറത്തെ കാര്യം എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം കൂടി കൂട്ടുമ്പോ 1,12,0 തന്നെ കിട്ടണില്ലേ? ക്ലിയർ അല്ലേ? എങ്ങനെ പോണ്ടെന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്യുന്നത് പകരം മറ്റോണം ചെയ്യാനും പ്രശ്നമൊന്നുമില്ല. പക്ഷെ സമയം കൂടുതൽ എടുക്കും. ക്യാഷ് ബുക്ക് ആണോ പാസ്ബുക്ക് ആണോ എന്നോട് കൈ പൊക്കാനും താത്താനും കഷ്ടപ്പെടാനൊക്കെ നിൽക്കണം. ഇതൊന്നുമില്ല. ഒറ്റ കാര്യം നമ്മൾ പഠിക്കുന്നു.
ആകെ രണ്ട് ചാൻസ് ഉള്ളൂ. ഒന്നുകിൽ ഇത് വരണം അല്ലെങ്കിൽ മറ്റേത് വരണം. മറ്റൊന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ പ്രശ്നം അറിയോ? നിങ്ങൾ 4 എണ്ണമായിട്ട് പഠിക്കുന്ന പോലെ തോന്നും അല്ലേ? 4 കാര്യം സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്ന പോലെ തോന്നും. പിന്നെ അതിന്റെ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് അല്ലേ, അപ്പൊ ലയബിലിറ്റി കൂടണ്ടേ, ഇവിടെ ലയബിലിറ്റി കുറയ്ക്കണ്ടേ, അങ്ങനെയൊക്കെ ആലോചിക്കണം. ഇവിടെ ഒന്നുമില്ല. ക്യാഷ് ബുക്കിൽ പാസ്ബുക്കിലായിരുന്നു ഇത് എന്ത് വരുമായിരുന്നു എന്ന് മാത്രമാണ് നമ്മൾ ആലോചിക്കണം. ഡൗട്ടില്ലല്ലോടാ? ഇല്ല. ഇവിടെ ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലർ അൺസർട്ടൈൻ ബാലൻസ് വുഡ് അപ്പിയർ ഇൻ ബാങ്ക് പാസ്ബുക്കിലേക്കാണ് എത്തേണ്ടത്. അപ്പൊ നമ്മൾ തുടങ്ങണത് എവിടെന്നാ? ക്യാഷ് ബുക്കിൽ തന്നെ തുടങ്ങണേ. ക്യാഷ് ബുക്ക് അപ്പൊ എന്താ പ്ലസ് ഇട്ടു അല്ലേ? പക്ഷെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് പറയണത്. അപ്പൊ അൺഫേവറബിൾ ബാലൻസ് അല്ലേ, ക്രെഡിറ്റ് ബാലൻസ് അല്ലേ. അപ്പൊ നമ്മളിവിടെ എന്ത് ഇടണം? മൈനസ് ഇടണം. പ്ലസ് മൈനസിൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഓപ്പോസിറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. മനസ്സിലായ? ഇപ്പൊ മനസ്സിലാവണല്ലേ? ആ അപ്പൊ എന്ത് ചെയ്യേണ്ടത്? ക്യാഷ് ബുക്കിലാണ് നമ്മൾ തുടങ്ങിയത്. ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ എന്താ? പോസിറ്റീവാണ്. തുടങ്ങുന്ന സ്ഥലം പോസിറ്റീവാണ്. അപ്പൊ പാസ്ബുക്ക് അതാന്ന് പറഞ്ഞേ, എല്ലാത്തിനും ഒരു പ്ലസ് മൈനസ് ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇങ്ങനെ പ്ലസ് മൈനസ് ഞാൻ പറഞ്ഞതിൽ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എറേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന? ഇല്ല അല്ലേ? വേണ്ട, എല്ലാത്തിനും എപ്പോഴും പിടിക്കുന്നത്. അത് കുറച്ചുകൂടി മൈൻഡ് അപ്ലൈ ചെയ്യേണ്ടതാ. അപ്ലൈ ചെയ്തിട്ട് ചെയ്ത് നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല. പിന്നെ എന്തിനും പഠിക്കുന്നത്? ഇത് പക്ഷെ ചിലപ്പോൾ സ്ലോ ആക്കാൻ വേണ്ടി ഒരു കുറെ കോംപ്ലിക്കേറ്റഡ് എന്തെങ്കിലും ഇടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ? ഫാസ്റ്റ് ആക്കണേ. ശരിക്കും ഇത് ഫാസ്റ്റ് ആയാലാണ് നമുക്ക് എന്ത് കിട്ടാ? പെട്ടെന്ന് ചോദ്യം സോൾവ് ചെയ്ത് പോവാ. സമം BRCലുള്ള എല്ലാ ചോദ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ പ്രശ്നം വരുന്നത് ഇതാ, സമയം എടുക്കും. നമ്മള് പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ, നമ്മള് ലയബിലിറ്റി ആണോ, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ എന്താ ചെറിയ പ്രശ്നമല്ലേ? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞപ്പോ എന്തായി? ഫേവറബിൾ ആണോ? അല്ല, ഫേവറബിൾ ആണ്. അപ്പൊ നെഗറ്റീവ് കിട്ടും. ക്യാഷ് ബുക്കിൽ തുടങ്ങുമ്പോൾ എന്തായി? പോസിറ്റീവ് കിട്ടും. അപ്പൊ 6240 നമ്മൾ ടോപ്പിൽ എഴുതി ഇല്ലേ? ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. ഇനി ലാസ്റ്റ് എന്താ പറയണേ? അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് ലാസ്റ്റ് അങ്ങോട്ട് എത്താം. ലാസ്റ്റ് അങ്ങോട്ട് എത്തിയാൽ മതിയല്ലോ. അവര് വേറെ എമൗണ്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ക്ലിയർ അല്ലേ? ഇൻട്രസ്റ്റ് ആണ് ഓവർ ഡ്രാഫ്റ്റ് ഫോർ 6 months എൻഡിങ് 31 December 2022. 160 സെന്റേഡ് ഇൻ പാസ്ബുക്ക്. അപ്പൊ പാസ്ബുക്കിൽ എന്തായി? പാസ്ബുക്കിൽ എന്തായിടാ? ഇൻട്രസ്റ്റ് കൂടി. അതല്ലേ ഉണ്ടായത്? ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ എന്താ? എന്തുണ്ടായേ? അതായത് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവണേ? നമ്മളെ പലിശയാണ് ബാങ്കില് ചാർജ് ചെയ്യാണ് ചെയ്യണേ അല്ലേ? ബാങ്കിൽ ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തുണ്ടാവാ? ബാങ്കിൽ കാശ് കുറയാന്നല്ല അർത്ഥം. എന്താ പറയണ? ഇവിടെ നിങ്ങള് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ ലയബിലിറ്റി ഒന്നും ആലോചിക്കണ്ട. ബാങ്കിൽ കാശ് കുറയല്ലേ ചെയ്യാം. ഇൻട്രസ്റ്റ് ഇവിടെ ചാർജ് ചെയ്തേക്കാം അല്ലേ? അതായത് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിലുള്ള ഇൻട്രസ്റ്റ് അല്ലേ നമ്മുടെ പലിശേനെ കൂട്ടാം, ബാങ്ക് ബാലൻസിന് കൂട്ടാം. ഇത് ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ ബാങ്ക് ബാലൻസ് കുറയ്ക്കല്ലേ ചെയ്യാം. അപ്പൊ ടെക്നിക്കലി സ്പീക്കിംഗ് ബാങ്ക് പാസ്ബുക്കിൽ ബാലൻസ് കുറഞ്ഞു. ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം? കൂടിക്കെടുക്കാം. അവിടെ കുറയ്ക്കണ്ടേ? കുറയ്ക്കണം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഇവിടെ ഓപ്പോസിറ്റ് നമ്മൾ കണ്ടുപിടിക്കണേ, കൂട്ടണ്ടേ അല്ലേ? മനസ്സിലായ? എങ്ങനെയാ ആലോചിക്കേണ്ടത്? ചാർജ് ചെയ്യാന്നുള്ളത് അത് കറക്റ്റ് ആലോചിക്കണം. ശരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കൂടണ എമൗണ്ട് ആണോ കുറയണ എമൗണ്ട് ആണോ എന്ന് ആലോചിക്കണം. ശരിക്കും ബാങ്കിന്റെ സാധാരണ ഈ ബാങ്കിന് ഇൻട്രസ്റ്റ് തരാന്ന് പറഞ്ഞാൽ ബാങ്ക് ബാലൻസ് നമ്മുടെ കൂട്ടണ കാര്യമാണ്. പക്ഷെ ബാങ്കിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക് ചാർജ് പോലെ തന്നെ ഇല്ലേ ബാങ്കിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാന്ന് പറയുമ്പോഴും ബാങ്ക് ബാലൻസ് കുറയ്ക്കണ കാര്യമില്ല. ആ കാര്യം മനസ്സിലാക്കണം കേട്ടാ. കറക്റ്റ് ആ എൻട്രിയുടെ നേച്ചർ മനസ്സിലാക്കണം. ബാങ്ക് ബാലൻസ് കൂട്ടുന്ന എൻട്രി ആണോ കുറയ്ക്കുന്ന എൻട്രി ആണോ എന്ന് ആലോചിക്കണം. ഇത് ബാങ്ക് ബാലൻസ് കുറയ്ക്കുന്ന എൻട്രിയാ. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ചാടി കയറിയിട്ട് കൂട്ടുന്ന എൻട്രി ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ചെയ്താൽ തെറ്റും. ബാങ്കിന് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രസ്റ്റ് രണ്ടും ആവാം. കിട്ടുന്ന ഇൻട്രസ്റ്റ് ആവാം, കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആവാം. ഇവിടെ കൊടുക്കുന്ന ഇൻട്രസ്റ്റാ, ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റാ. കാരണം ഓവർ ഡ്രാഫ്റ്റിംഗ് ബാലൻസ് നമുക്ക് ബാധ്യത കൂടല്ലേ? ശരിക്കും ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്. ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക് ബാലൻസ് കുറയ്ക്കാണ് ചെയ്യണേ. പാസ്ബുക്കിൽ എന്ത് ചെയ്യണം? അല്ല ക്യാഷ് ബുക്കിൽ പാസ്ബുക്കിൽ കയറി എന്ത് ചെയ്യണം? കുറയ്ക്കണം എന്നുള്ളത് കിട്ടിയ ഇവിടെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ആഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? ബാങ്ക് ചാർജസ് 400 ഡെബിറ്റഡ് ഇൻ പാസ്ബുക്ക് ഓൺലി. അപ്പൊ എന്താ? പാസ്ബുക്ക് ജനറലി ബാങ്കിൽ ബാലൻസ് കുറയ്ക്കുന്ന കാര്യം. അപ്പൊ ഇവിടെയും കുറയ്ക്കണം. അപ്പൊ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 400 ആഡ് ചെയ്തു. ക്ലിയർ അല്ലേ? പിന്നെ എളുപ്പമായി കാര്യങ്ങൾ ചെയ്യാൻ. ആദ്യം ഒന്ന് ആലോചിച്ച് വരാനൊരു ബുദ്ധിമുട്ട് വരും നിങ്ങൾക്ക്, ശീലമില്ലാത്തതുകൊണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? പെട്ടെന്ന് ഉത്തരം ചെയ്യാം. ഞാൻ ജനറലി പഠിച്ചോർന്ന കാലത്ത് എങ്ങനെ മറ്റോണം ചെയ്തിരുന്നത്? പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ പഠിച്ച പോരെ, എന്തിനാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഓരോന്നായിട്ട് ആലോചിക്കാൻ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ തീരെ കംഫർട്ടബിൾ അല്ലെങ്കിൽ മറ്റോണം തന്നെ ആലോചിച്ചോ. നിങ്ങൾ 2-3 ചോദ്യം കൂടി നോക്ക്. തീരെ നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? മറ്റോണം ചെയ്യാം. ആയിട്ടില്ലല്ലോടാ 5 മിനിറ്റില് റണ്ണിങ് അല്ലേ? അത് കുഴപ്പമില്ല. ചെയ്യണോട്ടെ. വെച്ചോ, താഴ്ത്ത് വെച്ചോ. താഴ്ത്ത് പതുക്കെ വെച്ചോന്ന്. സൈഡല്ലേ?
വരുന്നുണ്ടോ? അവിടെ ക്ലിയർ അല്ലടാ. അടുത്തത് അത് ഉപയോഗിക്കാൻ തുടങ്ങി. ഗുണണ്ടാ? സുഖല്ലേ അത്? ഹോട്ട് ബാഗ് അത് നല്ലത്. ഇതല്ലേ നല്ലത്? ചാർജ് ബാഗ് ഇറങ്ങില്ലേ? ചാർജ് ബാഗ് ഇറങ്ങും. ബാറ്ററി കുറവാ. ഫുൾ ചാർജ് ആക്കി വെക്കുക, കുറച്ച് നേരം ഉപയോഗിക്കുക, ഫുൾ ചാർജ് ആക്കി വെക്കുക. നടക്കില്ല. മാറ്റിക്ക് ഇത് വർക്കിംഗ് അല്ലെങ്കിൽ പുതിയത് മേടിക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അല്ലല്ല, ഓൺലൈനായിട്ട് വെബ്സൈറ്റിൽ മേടിച്ചു. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് ക്യാഷ്ഡ് പ്രയർ ടു 31st December അമൗണ്ട് ടു 11,68,000. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ക്യാഷ് ബുക്കിൽ കാശ് കുറയ്ക്കും, പക്ഷെ പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പൊ പാസ്ബുക്കിൽ എന്താ കൂടി കിടക്കുക. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? കൂട്ടണം. ശരിക്കും കൂട്ടണം എന്നാണ് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ 11,68 കുറച്ചിട്ടില്ലേ? കുറച്ചു. പിന്നെ തൊട്ടപ്പുറത്ത് അതിന്റെ അടിയിലുള്ള ഓപ്പോസിറ്റ് എൻട്രി ഇല്ലേ? പിന്നെ ആലോചിക്കാൻ പോലും നിൽക്കണ്ട. ഇവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ക്ലിയർ ആണോ? അങ്ങനെ എളുപ്പവഴികൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ എളുപ്പവഴികൾ ചെയ്യണം കേട്ടാ. ഇനി ഇൻട്രസ്റ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് കളക്ടഡ് ബൈ ബാങ്ക് ആൻഡ് ക്രെഡിറ്റഡ് ഇൻ പാസ്ബുക്ക്. അപ്പൊ പാസ്ബുക്കിൽ എന്താ എടുക്കണേ? 12 ലക്ഷം ആഡ് ആയി എടുക്കല്ലേ? 12 ലക്ഷം ആഡ് ആയി എടുക്കും. ക്യാഷ് ബുക്കിൽ തുടങ്ങി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്ന വീട്ടിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം അല്ലേ? ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ ഇനി നിങ്ങൾ നോക്കിയടാ, 6,340 ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കും തുടങ്ങി. അടിച്ചടിച്ച് ഇത് ഈ എൻട്രികളൊക്കെ അടിച്ച് 1,44,100. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കിട്ടിയേ? നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവ് കിട്ടി. നിങ്ങൾ എന്താ ചെയ്യേണ്ട? ഒന്നും ചെയ്യണ്ട. നെഗറ്റീവ് തന്നെ അങ്ങനെ എഴുതി വെക്കുക ചുമ്മാ. ക്ലിയർ അല്ലേ? എന്നിട്ട് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്ന് ആലോചിക്കുക. അതായത് നമ്മൾ തുടങ്ങിയത് എവിടെന്നാ? അൺഫേവറബിൾ ബാലൻസ് ചെയ്തല്ലേ? അൺഫേവറബിളിന് നമ്മളിവിടെ പോസിറ്റീവ് അല്ലേ ഇട്ടേക്കണേ? അപ്പൊ ഉത്തരം പോസിറ്റീവ് ആണെങ്കിൽ അൺഫേവറബിളില് കിട്ടിയെന്നാണ് അതിന്റെ അർത്ഥം. ഉത്തരം നെഗറ്റീവ് ആയി പോയിപ്പോ എന്തായി? ഫേവറബിൾ ആയി. ഡൗട്ട് ഇല്ലല്ലോ? അങ്ങനെ ആലോചിക്കണേ. ഇതും കൂടിയാണെങ്കിൽ ഒന്ന് പഠിക്കാനുള്ളോ? കഴിഞ്ഞു. ആകെ എന്താ, നമ്മൾ ക്യാഷ് ബുക്കിൽ പാസ്ബുക്കിലുള്ള പോലെ എൻട്രി പഠിച്ചു. പിന്നെ എന്ത് ചെയ്യണം? ഫേവറബിള് അൺഫേവറബിള് ഏതിലാണെങ്കിൽ തുടങ്ങിക്കോട്ടെ. തുടങ്ങുമ്പോ നമ്മൾ പോസിറ്റീവ് നമ്പർ എന്നുള്ള പോലെ അല്ലേ തുടങ്ങണേ? ആ തുടങ്ങുന്ന സാധനം വെച്ചിട്ട് തന്നെയാണ് അതേ പോസിറ്റീവ് തന്നെയാണ് അടിയിൽ വരുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു തുടങ്ങിയത് അതേപോലത്തെ ഉത്തരം തന്നെ വരും. അത് ഫേവറബിൾ ആണെങ്കിൽ ഇത് ഫേവറബിൾ, അത് അൺഫേവറബിൾ ആണെങ്കിൽ ഇത് അൺഫേവറബിൾ. പക്ഷെ തുടങ്ങിയത് പോസിറ്റീവ്, ഉത്തരം കിട്ടിയത് നെഗറ്റീവ് ആണെങ്കിലോ അതിന്റെ ഓപ്പോസിറ്റ് വരും. അവിടെ നമ്മൾ ഫേവറബിൾ ആയിട്ട് തുടങ്ങിയെങ്കിൽ ഇവിടെ അൺഫേവറബിൾ ആവും. അവിടെ അൺഫേവറബിൾ ആണ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫേവറബിൾ ആവും. ഡൗട്ടില്ലല്ലോ? സുഖല്ലേ? ഇതല്ലേ എളുപ്പം? എനിക്ക് മറ്റേതാണ് എളുപ്പം. ഇനി ഇത് രണ്ടും ഒരു വഴിയുണ്ട്. എന്താ? മറ്റോടത്ത് നെഗറ്റീവ് തന്നെ ഇടുക. അൺഫേവറബിളും തുടങ്ങണോടത്ത് നെഗറ്റീവ് തന്നെ ഇട്ടിട്ട് തുടങ്ങും. നെഗറ്റീവ് തന്നെ ഇട്ടിട്ട് തുടങ്ങി എന്താവും? നെഗറ്റീവ് തന്നെ ഇട്ടിട്ട് തുടങ്ങി എന്താവും? അല്ല, നമ്മൾ സാധാരണ ബാങ്കിൽ ചെയ്യണ പോലെ പോസിറ്റീവ് നെഗറ്റീവ് മാറാണ്ടിരിക്കും. അത് പക്ഷെ ചില സമയത്ത് മാർക്ക് കിട്ടാത്ത പോലെ ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ചെയ്യണ്ട. ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അതിനാണ് എന്ത് കൊടുക്കുന്നത്? പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇലുസ്ട്രേഷൻ 5. You are required to show appropriate rectification required in cash book. അപ്പൊ ഇതെന്താ? അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് അല്ലേ? അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ എന്താ ചെയ്യേണ്ടത്? ഒമിഷനും എററുകളും. ഏതിലെ? ക്യാഷ് ബുക്കിലെ. അത് നമ്മൾ അവിടെ ചെയ്യണം. അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ വരുത്തണം. പാസ്ബുക്കിലുള്ള എറർ ഒമിഷൻ ഒക്കെ ആണെങ്കിലോ വരുത്തണ്ട. അത് BRCക്ക് പോകണം. ടൈമിംഗ് ഡിഫറൻസ് ആണെങ്കിലോ BRCക്ക് പോകണം. ക്ലിയർ അല്ലേ? അത് മാത്രം നോക്കുക, വേറെ ഒന്നുമില്ല. സിമ്പിൾ. 30th September 2022 the bank account of X according to the bank column of cash book was overdrawn to the extent of 4,062 അല്ലേ? ക്യാഷ് ബുക്ക് അല്ലേ? പോസിറ്റീവ് അല്ലേ? ഓവർഡ്രോൺ എന്ന് പറഞ്ഞ എന്താ? നെഗറ്റീവ് അല്ലേ? അപ്പൊ എന്താ ഉത്തരം വരാ? ഓപ്പോസിറ്റ്. ഇതാണ് ആദ്യത്തെ പരിപാടി. ഇത് ചെയ്ത് കറക്റ്റ് ആയാൽ നമ്മൾ ഉത്തരം മുഴുവൻ കറക്റ്റ് ആയി. പിന്നെ പണിയില്ല. നമ്മൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. ക്യാഷ് ബുക്കിൽ ബാലൻസ് കൂട്ടുന്ന കാര്യമാണോ കുറയ്ക്കുന്ന കാര്യമാണോ? പാസ്ബുക്കിൽ ബാലൻസ് കൂട്ടുന്ന കാര്യമാണോ കുറയ്ക്കുന്ന കാര്യമാണോ എന്ന് ആലോചിക്കാം. എത്ര വരുന്നത്? 4,062. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 4,062 തുടങ്ങി. ഓക്കെ. പക്ഷെ നമ്മളിവിടെ എന്താ തുടങ്ങണേ? അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിലല്ലേ തുടങ്ങണേ? അപ്പൊ നമ്മള് ക്യാഷ് ബുക്ക് വരയ്ക്കണ്ടേ? നമ്മൾ 4,062 ഇവിടെ നമ്മൾ ക്യാഷ് ബുക്ക് വരച്ചു. ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റ് ബാലൻസ് നിങ്ങൾക്ക് ഇത് കാണില്ലേ? സ്ക്രീൻ കാണില്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ട് അടുത്ത് എന്ത് ചെയ്യണം? On the same date, the bank statement showed a credit balance of 20,758. ഈ 20,758 ഏറ്റവും അവസാനം വരേണ്ടത് ഇവിടെ തന്നെ വരണോ? വേണ്ട, ഇവിടെയാണ് വരേണ്ടത്. ഡൗട്ടില്ലല്ലോ?
ഇട്ടുണ്ടോടാ? ഇല്ല, കാരണം എല്ലാം അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ വരില്ലല്ലോ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ചോദ്യം ഇടില്ലല്ലോ അവര്. ഒരു മണ്ടന്മാരല്ലേ? ഓക്കെ അല്ലേ? ഇൻ ഫേവർ ഓഫ് എക്സ് എന്നാണ് പറയണേ അല്ലേ? ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഷോയുടെ ക്രെഡിറ്റ് ബാലൻസ്. ഇതെന്താ ഫേവറബിൾ ബാലൻസാ? പാസ്ബുക്ക് എന്ന് പറയുന്നത് മൈനസ്. അത് നിങ്ങൾ നോക്കണ്ട, കാരണം അവിടേക്ക് എത്തേണ്ട കാര്യമില്ല. നമ്മൾ എവിടെ നിന്ന് തുടങ്ങണ ഹെഡിങ് മാത്രം നോക്കിയാൽ മതി. അവിടെ നിന്നാണ് നമ്മൾ പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ തീരുമാനിക്കുന്നത്. ചെക്ക് ഫോർ 13,14,000. അപ്പൊ നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താ ആലോചിക്കേണ്ടത്? ആദ്യം അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിലേക്ക് പോവോ പാസ്ബുക്കിലേക്ക് പോവോ എന്ന് ആലോചിക്കുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചേട്ടാ നിങ്ങളുടെ ഒരു ഇതില് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് വെച്ചിട്ട് ചോദിക്കണ BRC കണ്ടോ? നിങ്ങൾ കണ്ടോ? ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം കുറച്ച് നാൾ മുമ്പല്ലേ? ഈ റീസെന്റ് അറ്റംപ്റ്റ്സിൽ കണ്ടിട്ടില്ല. വരാൻ സാധ്യതയുണ്ട്. 5 മാർക്ക് തന്നെ ചോദിക്കാറുള്ളൂ അവര്. പക്ഷെ ഈ 5 മാർക്ക് വളരെ ഈസി മാർക്കാ. ചിലവര് സ്കിപ്പ് ചെയ്യും കാരണം ടൈം എടുക്കണോണ്ട്. നമുക്കിപ്പോ എന്താ ടൈം എടുക്കാന്നുള്ള പ്രശ്നം വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വളരെ വെറൈറ്റി ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ഒരു തെറ്റിദ്ധരിപ്പിക്കാവുന്ന പോലെയൊക്കെ സെന്റൻസുകൾ ഫ്രെയിം ചെയ്യാറുണ്ട്. അവരങ്ങനെ ചെയ്യും. മനഃപൂർവ്വം ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ട് ചെയ്യും. അത് പക്ഷെ ലോജിക്കലി സമാധാനപരമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത്ര കിട്ടും. ചെക്ക് ഫോർ 13,14,000. Deposited on 29th September. Was credited by the bank only on 3rd October. അപ്പൊ എന്താ ടൈമിംഗ് അല്ലേ? അപ്പൊ എങ്ങോട്ട് പോകണം? BRCയിൽ പോകണ്ടേ? അപ്പൊ 13-14 അല്ലെ? ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോഴെന്നെ നമ്മൾ നമ്മുടെ ക്യാഷ് ബുക്ക് കൂട്ടി കാണിച്ചു. പാസ്ബുക്ക് കുറഞ്ഞെടുക്കല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. പക്ഷെ ഇവിടെ ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 13-14 ആഡ് ചെയ്യണം. ആഡ് ചെയ്തില്ലേ? കണ്ട ഇങ്ങനെ ആലോചിക്കുമ്പോ വലിയ പണിയുണ്ടാ? ഇല്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാം. മറ്റൊരു എന്താണ് ചെയ്യണമെന്ന് മാത്രം ആലോചിച്ചു. ഇതിന്റെ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. എ പേയ്മെന്റ് ബൈ ചെക്ക് ഓഫ് 16,000 ഹാസ് ബീൻ എൻറ്റേർഡ് ട്വൈസ് ഇൻ ക്യാഷ് ബുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 വട്ടം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷ് ബുക്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്യാഷ് ബുക്കിൽ തിരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ BRCയിൽ തിരുത്തണോ? വേണ്ട, അത് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് ഉത്തരം തെറ്റുട്ടാ. ക്ലിയർ അല്ലേ? പേയ്മെന്റ് ഓഫ് ചെക്ക് എന്ന് പറഞ്ഞപ്പോ എന്തുണ്ടായേ? അല്ല, നമ്മൾ ജനറലി എന്താ ചെയ്യാ? ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറയ്ക്കല്ലേ ചെയ്യാ? അത് 2 വട്ടം കുറച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ 16,000 നമ്മൾ ആഡ് ചെയ്തു. ബേസിക്കലി ഒരു അസറ്റ് അക്കൗണ്ട് അല്ലേ? അപ്പൊ അസറ്റ് എന്നുള്ള നിലയിൽ ആലോചിച്ചാൽ മതി. അപ്പൊ അസറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്താ ലയബിലിറ്റി കുറഞ്ഞു എന്ന് ആലോചിച്ചാൽ ഉത്തരം കിട്ടും. എങ്ങനെ ആലോചിച്ചാലും ഉത്തരം കിട്ടും. നിങ്ങളുടെ ചോയ്സ് ആണ് എങ്ങനെ ആലോചിക്കുന്നത്. ഏതാണ് എളുപ്പം അങ്ങനെ ആലോചിച്ചു. അടുത്തത് on 29th September the bank credited an amount of 1,17,400 received from a customer X, but the advice was not received by X until 1st October 2022. അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടില്ല ഈ കാര്യം. നമ്മുടെ ടൈമിംഗ് ഡിഫറൻസ് ആണ്. BRCയിലാണ് അത് വരേണ്ടത്. ബാങ്കിൽ എന്ത് ചെയ്തു? അല്ലെ, BRCയിൽ വരുന്നത്. 29 സെപ്റ്റംബർ ബാങ്കിൽ 1,17,400 കയറി. നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ അത്? ഇല്ല. അപ്പൊ 1,17,400 എവിടെ കയറും? ബാങ്കിൽ കയറും, പാസ്ബുക്കിൽ കയറും. എന്റെ സ്ക്രീൻ പോയാ അതിൽ കാണിക്കുന്നില്ലേ? ഒന്ന് മിസ്സായി. ഓക്കെ, 1,17,400 നമ്മുടെ എന്തിൽ കയറിയിട്ടുണ്ട്? ബാങ്കിൽ കയറിയിട്ടുണ്ട്, ക്യാഷ് ബുക്കിൽ കയറിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇവിടെ എന്ത് എടുക്കണം? ഓപ്പോസിറ്റ് എടുക്കണം. ക്ലിയർ അല്ലേ? LS അല്ലേ ചെയ്യണ്ടേ? ഒരു മിനിറ്റ്. 29th സെപ്റ്റംബർ ബാങ്ക് ക്രെഡിറ്റഡ് എമൗണ്ട് ഡൊമിഷൻ അല്ലേ? ഓ സോറി. ബാങ്ക് നമ്മൾ അറിഞ്ഞിട്ടില്ലാന്നല്ലോ. അതായത് നമ്മുടെ നമുക്കിത് അറിയേണ്ടതായിരുന്നു, നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഒമിറ്റ് ചെയ്തു. മനസ്സിലായ? വരുത്തേണ്ട എൻട്രി വരുത്തിയില്ല. ഒമിഷനാണത്. അല്ലാണ്ട് നമ്മളെ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, മിസ്റ്റേക്ക് അല്ല. പിന്നെ ടൈമിംഗ് ഡിഫറൻസ് ആണോ? അല്ല. ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കാര്യമേ നടന്നത് പിന്നീടായിരിക്കണം. ഇവിടെ കാര്യം നടന്നത് പിന്നീടല്ല, നമ്മൾ അറിഞ്ഞതാണ് പിന്നീട്. മനസ്സിലായ? അപ്പൊ നമ്മൾ ഈ ഡേറ്റ് കാണുമ്പോൾ ചാടി കയറിയിട്ട് ചെയ്യരുത്. ഇപ്പൊ എന്റെ തെറ്റി പോലെ തെറ്റിപ്പോ നിങ്ങൾ നിഹാലിപ്പി പറഞ്ഞ പോലെ ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തത്? ശരിയത് എന്താ? ഞാനിപ്പോ എന്താ ഡേറ്റ് പ്രയോറിറ്റി കൊടുത്തു. ഈ മാറ്ററിന്റെ ക്രക്സ് നോക്കിയില്ല. അഡ്വൈസ് വാസ് നോട്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നാണോ അറിയണ? അല്ല, അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്നാ. നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തീരുമാനം എടുക്കണത്. അപ്പോൾ സെന്റൻസുകൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് വായിക്കണം. അപ്പൊ ഇത് എന്തിൽ പോവും? അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ പോവും. എന്താണ് സംഭവം? 1,17,400 നമ്മുടെ ക്യാഷ് കൂട്ടണ്ടേ? 1,17,400 നമ്മള് ക്യാഷ് കൂട്ടി കാണിച്ചു. ഇനി ബാങ്ക് ചാർജസ് അമൗണ്ടിങ് ടു 550 ഹാഡ് നോട്ട് ബീൻ എൻറ്റേർഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. അപ്പൊ ബാങ്ക് ചാർജിൽ എന്തുണ്ടായി? 550 ഉണ്ടായി. ഇത് ടൈമിംഗ് ഡിഫറൻസ് ആണോ? 550 നമ്മൾ അറിഞ്ഞിട്ടില്ലെന്നല്ലോ. അത് ടൈമിംഗ് ഡിഫറൻസ് ആവോ? ഇല്ല, നമ്മളുടെ മിസ്റ്റേക്ക് ഇല്ലേ? നമ്മൾ ഒമിറ്റ് ചെയ്തു, മറന്നുപോയി. അപ്പൊ എന്ത് ചെയ്യും? ക്യാഷ് ബുക്ക് ക്യാഷ് ബാലൻസ് കുറയ്ക്കണതുള്ളത് കൊണ്ട് അവിടെ കുറച്ച് കാണിച്ചു. ക്ലിയർ അല്ലേ?
ഇനി ഓൺ 6th September ദ ബാങ്ക് ക്രെഡിറ്റഡ് 20,000 ടു എക്സ് ഇൻ എറർ. പാസ്ബുക്കിലുള്ള എററാ, അത് എവിടെ പോവാ? BRCൽ പോകും. ക്ലിയർ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? 20,000 അല്ല, നമ്മൾ എവിടെ നിന്ന് തുടങ്ങണേ? അല്ല, നമ്മള് ജനറലി ഇങ്ങനെ ആലോചിച്ചാൽ മതി. ബാങ്കിൽ ഇപ്പൊ 20,000 കയറി എടുക്കാം. നമ്മൾ ക്യാഷ് ബുക്ക് ചെയ്ത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നമ്മളിവിടെ എന്ത് ചെയ്യണം? BRCൽ ലെസ് ചെയ്യണം. അല്ലേ? ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണോ നമ്മൾ ഇവിടെ നോക്കണേ? ബുക്ക് തിരുത്തലാണോ നമ്മുടെ പരിപാടി? അല്ല, അപ്പുറത്തേക്ക് എത്തല് മാത്രമാണ് പരിപാടി. ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് 1,40,000 വാസ് ഡിസ്കൗണ്ടഡ് ബൈ എക്സ് വിത്ത് ഹിസ് ബാങ്ക്. ദ ബിൽ വാസ് ഡിസോണേഡ് ഓൺ 28th September 2022 ബട്ട് നോ എൻട്രി ഹാസ് ബീൻ മെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് എക്സ്. എന്താണ് ഈ പറയണേ? ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തു. ഡിസ്കൗണ്ട് ബിൽ വാസ് ഡിസോണേഡ് ഓൺ 28th September. നമ്മൾ എന്ന് ഉണ്ടാക്കണത് 30th September ബട്ട് നോ എൻട്രി ഹാസ് ബീൻ മെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് എക്സ്. അപ്പൊ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലാണ് എന്ത് ചെയ്യാത്തത്? തിരുത്താത്തത്. ഇത് എവിടെ വന്നിട്ടുണ്ട്? പാസ്ബുക്കിൽ എന്തായിണ്ട്? ഇയാള് ആഡഡ് ആയിണ്ട്. കസ്റ്റമർ എന്താവും? 1,40 കസ്റ്റമറുടെ അക്കൗണ്ട് കൂടും. എന്ത് കുറയും? നമ്മുടെ ബാലൻസ് കുറയും. അല്ലെ? ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ കൊണ്ടുപോയി ഇട്ടപ്പോഴേ നമ്മുടെ ബാങ്കിൽ ബാലൻസ് കയറി ഉണ്ടാവില്ലേ? അതിപ്പോ എന്തായി? ഡിസോണർ ആയപ്പോ കുറഞ്ഞു. അല്ലെ? നമ്മുടെ ക്യാഷ് ബുക്ക് ഇപ്പൊ എന്ത് ചെയ്ത് എടുക്കാം? കൂടിക്കെടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിന് പാസ്ബുക്കിലേക്ക് വേണമെങ്കിൽ കുറയ്ക്കണം. ഇവിടെ കുറയ്ക്കണം എന്ന് കിട്ടിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അയ്യോ, സോറി, ഇതല്ലേ ക്യാഷ് ബുക്കിൽ വരുന്ന എൻട്രി അല്ലേ? BRCന്റെ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിന്റെ കാര്യമേ ഞാൻ വിട്ടു. BRCലേക്ക് പോയി. എന്താ സംഭവം? അത് ടൈമിംഗ് ഡിഫറൻസ് ആണോ? എന്റെ ഇത് നോക്കണ്ടേ? അതൊന്നും നോക്കിയോട്ടോ. അല്ലെ, നമ്മൾ അടിക്ക് എത്തുമ്പോ ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരും. എന്താണ് കാര്യം? 1,40 ഇപ്പൊ എന്തുണ്ടായിക്കണേ? ഡിസ്കൗണ്ട് ആയപ്പോ എന്തുണ്ടായി? ബാങ്ക് ബാലൻസ് കൂടി. ആ ഡിസ്കൗണ്ട് ആയ അപ്പൊ ക്യാഷ് ബാലൻസ് ബാങ്ക് ബാലൻസ് ഒരേ ലെവലിൽ നിൽക്കണേ. എന്നിട്ട് ഡിസ്കൗണ്ട് ആയി ഡിസോണർ ആയപ്പോ ബാങ്കിൽ കുറഞ്ഞു, കാശ് കുറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കും കൂടി കുറയ്ക്കണം. അല്ലെ? 1,40 കുറയ്ക്കണം. അപ്പൊ ഇവിടെ എന്തുണ്ടായിക്കണേ? ഒമിഷൻ അല്ല ഉണ്ടായിക്കണേ. നമ്മൾ അറിഞ്ഞിട്ടുള്ളത് 28 സെപ്റ്റംബറിനാണ് ഈ കാര്യം നടന്നേക്കണേ. അല്ലെ? നമ്മൾ 30 സെപ്റ്റംബറിനാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ അറിഞ്ഞിട്ടില്ല ഒമിഷൻ അല്ലേ? നോ എൻട്രി. അപ്പൊ 1,40 നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് ബാലൻസ് കുറച്ച് കാണിച്ചു. ക്ലിയർ അല്ലേ? ഇനി ചെക്സ് ഇഷ്യൂഡ് അപ് ടു 30th September ബട്ട് നോട്ട് പ്രസന്റഡ് എന്ന് പറയണം. അത് ടൈമിംഗ് ഡിഫറൻസ് അല്ലേ? നമ്മൾ അറിയാത്തതിന്റെ പ്രശ്നമാണോ? അല്ല, ശരിക്കും നടന്നിട്ട് പോലും ഇല്ല. ശരിക്കും നടക്കുന്നിട്ട് പോലും ഇല്ലെങ്കിലാണ് ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ടൈമിംഗ് ഡിഫറൻസ് അല്ല. നമ്മൾ അറിയാൻ വൈകി പോയി എന്നുള്ളത് നമ്മൾ ഫോൺ നോക്കാത്തത് നമ്മുടെ തെറ്റില്ലേ? അല്ലാണ്ട് എന്തിന്റെ തെറ്റില്ല? BRCന്റെ ഇതിന്റെ തെറ്റാണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 13/26 ചെക്ക് ഇഷ്യൂഡ്. ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോ എന്തുണ്ടായി? നമ്മുടെ ക്യാഷ് ബുക്ക് കുറച്ച് കാണിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യില്ല വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ലെസ് ചെയ്യാം. ഇനി ഇവിടെ ബാലൻസ് ചെയ്യാ. 11,242 കിട്ടി. അതല്ലേ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആയിട്ട് നിങ്ങൾ എടുക്കണേ. അപ്പൊ ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇട്ടു. ഓവർ ഡ്രാഫ്റ്റ് തുടങ്ങി. ഉത്തരം പോസിറ്റീവ് തന്നെ കിട്ടിയെന്ന് ഉണ്ട്. ഇവിടെ പോസിറ്റീവ് തന്നെ കിട്ടി കഴിഞ്ഞത് എന്താ? അൺഫേവറബിൾ ബാലൻസ് അല്ലേ? എന്താ ഡൗട്ട്? ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോഴാണോ? ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തുടങ്ങും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റില്ല. ഇപ്പോ ക്യാഷ് ബുക്കും BRC ഓപ്പണിംഗ് ചെയ്തോണ്ടിരിക്കുക. നമ്മളിപ്പോ എടുക്കുന്നത് ചെയ്യരുത്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ചെയ്യരുത്. അതായത് ഇവിടെ ഡെപ്പോസിറ്റ് ബാലൻസ് അതിന് മാറിയിട്ട് അതൊരു പോയിന്റ്. നമ്മളിപ്പോ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നുള്ള പോലെ തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അത് മാറിയിട്ട് പോസിറ്റീവ് ബാലൻസ് ആയി ശരിക്കും ഇവിടെ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ്. അല്ലെങ്കിൽ ചെയ്യാൻ പിടിക്കാൻ വഴിയുണ്ട്. എന്നറിയാം, ഇവിടെ ബ്രാക്കറ്റ് ഇടാം. അല്ല, ഇവിടെ ബ്രാക്കറ്റ് ഇടാം. ബ്രാക്കറ്റ് ഇടാം. ഉത്തരത്തിൽ ബ്രാക്കറ്റ് ഇതൊന്നും ചെയ്യരുത്. എന്നിട്ട് ലാസ്റ്റ് മാത്രം ആഡ് ലെസ് ചെയ്യാം. മനസ്സിലായി? സൈഡുകൾ അതിന് തീരുമാനിക്കുക. കറക്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഓപ്പോസിറ്റ് ഇതുപോലെ ആഡ് കൊടുക്കുക. അല്ലെങ്കിൽ ലെസ് കൊടുക്കുക. സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാം. എന്നിട്ട് ഇൻ കേസ് വേഴ്സ്റ്റ് കേസിൽ അപ്പുറത്തേക്ക് വന്നു ശരിക്കും നമ്മൾ തുടങ്ങിയത് എവിടെയാണ്? അപ്പൊ സെയിം ആണ് വരേണ്ടത്. അപ്പൊ ആഡ് ലെസ് കൊടുക്കുക. ക്ലിയർ ആണോ?
കാരണം ആദ്യം ലെസ് വന്നു വിചാരിച്ചിട്ട് മാർക്ക് നിങ്ങളില്ല, ആദ്യം ഒരു ലെസ് എത്തുന്നു വിചാരിച്ചിട്ട് മാർക്ക് നിങ്ങളില്ല. അത് ചെയ്ത് പോയാൽ മതി. അപ്പോഴും ഒരുമിച്ച് ചെയ്യാം. ഒരുമിച്ചല്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം 2 വട്ടം ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യണം. അങ്ങനെ ചെയ്യാണ്ടാത്ത ഒന്നിന്റെ സാഹചര്യം മാത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഓർമ്മയില്ല? ബിആർസിലല്ല, ജേണല്. ജേണല് നിങ്ങൾക്ക് 2 ലെഡ്ജർ വെച്ചിട്ട് ഞങ്ങളുടെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ശേഷം മാത്രം രണ്ടാമത് ചെയ്യാൻ പറഞ്ഞിട്ട് ഫൈനലിൽ പഠിപ്പിക്കുമ്പോഴും ഇത് പറഞ്ഞു കൊടുക്കില്ലായിരുന്നു. ഫൈനലിൽ ടൈമിന്റെ ഒരു ഇൻഡെക്സ് ഫുള്ള് പോയി. network connection. Try to reconnect. Then of the post വൈഫ് അതും പോസ്റ്റ്